الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له الحق المبين، وأشهد أن نبينا محمدا عبده ورسوله سيد الأنبياء والمرسلين، صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد، قال الحافظ النووي رحمه الله: الحديث الثالث والثلاثون، 40 നബിയിലെ 33ാമത്തെ ഹദീസാണ്. عن ابن عباس رضي الله عنهما عن رسول الله صلى الله عليه وسلم قال: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു: ലൗ യുഅ്തൻ നാസു ബിദഅവാഹും, ജനങ്ങൾക്ക് അവരുടെ അവകാശവാദങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നെങ്കിൽ, ലദ്ദഅ റിജാലുൻ അംവാല ഖൗമിൻ വദിമാഅഹും, ചില ആളുകൾ മറ്റുള്ളവരുടെ സമ്പത്തും രക്തവും അവകാശപ്പെടും. എന്താണ് ഉദ്ദേശിക്കുന്നത്? ആളുകൾ എന്ത് പറഞ്ഞാലും തെളിവ് നോക്കാതെ അംഗീകരിച്ചു കൊടുത്താൽ അവരെന്ത് ചെയ്യും? എനിക്ക് ഇന്ന ആളുടെ അടുത്ത് നിന്ന് ഇത്ര കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ സമ്പത്ത് ചോദിക്കും. അതുപോലെ രക്തം അവകാശപ്പെടുമെന്ന് പറഞ്ഞാൽ ഇന്ന വ്യക്തി എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളെ കൊന്നിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കും. ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അയാളുടെ മേലൊരു കൊലപാതകം ആരോപിച്ചിട്ട് കൊല്ലും. അപ്പം അങ്ങനെ സംഭവിക്കും. ലാക്കിൻ അൽ ബയ്യിനത അലൽ മുദ്ദഇ, പക്ഷേ എന്താണ് ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടത്? തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് അൽ ബയ്യിനതു അലൽ മുദ്ദഇ, വാദിയാണ് തെളിവ് ഹാജരാക്കേണ്ടത്. വൽ യമീനു അലാ മൻ അൻകർ, കുറ്റം ആരോപിക്കപ്പെടുന്നയാൾ അവൻ സത്യം ചെയ്താൽ മതി. ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞാൽ മതി. ഇത് ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് അതുപോലെ മറ്റു പല മുഹദ്ദിസീങ്ങളും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇതിന്റെ ആദ്യ ഭാഗം ലൗ യുഅ്തൻ നാസു ബിദഅവാഹും എന്നുള്ള ആദ്യത്തെ വാചകം ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. രണ്ടാമത്തെ വാചകം വൽ ബയ്യിനതു അലൽ മുദ്ദഇ വൽ യമീനു അലാ മൻ അൻകർ എന്നുള്ളത് അതും മറ്റൊരു ലഫ്ളിൽ, മറ്റൊരു പദത്തിലായിക്കൊണ്ട് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുണ്ട്. രണ്ട് സഹോദരങ്ങൾ തമ്മിൽ ഒരു തർക്കമുണ്ടായപ്പോൾ അൽ അഷ്അസ് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന സഹാബിയും അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവും തമ്മിൽ ഒരു കിണറിന്റെ അവകാശത്തെക്കുറിച്ച് തർക്കമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു: ഷാഹിദാക ഔ യമീനുഹു, ഒന്നുകിൽ നീ സാക്ഷികളെ കൊണ്ടുവരിക അല്ലെങ്കിൽ അവൻ സത്യം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആശയം സഹീഹ് ബുഖാരിയിൽ മുസ്ലിമിൽ വന്നിട്ടുള്ളതാണ്. ഈ ഹദീസ് മുമ്പെല്ലാ ഹദീസുകളെ കുറിച്ചും പറഞ്ഞതുപോലെ തന്നെ ദീനിന്റെ ഒരു അസ്ലാണ്. ഏത് വിഷയത്തിലെ അസ്ലാണിത്? ഖുസൂമാത്ത്, തർക്കങ്ങൾ, കേസുകൾ ഉണ്ടാകുമ്പോൾ അതിൽ വിധി തീർപ്പാക്കാനുള്ള ഒരു അടിസ്ഥാന പ്രമാണമാണ് ഈ ഹദീസ്. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് വിധിക്കുന്ന കോടതികളിൽ അവലംബിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസാണ് അൽ ബയ്യിനതു അലൽ മുദ്ദഇ വൽ യമീനു അലാ മൻ അൻകർ. അതുപോലെ തന്നെ ശരീഅത്ത് മനുഷ്യന്റെ ഹക്കുകൾ സംരക്ഷിക്കാൻ വേണ്ട നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരു തെളിവാണ് ഈ ഹദീസ്. ഇതില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആളുകൾ അന്യായമായി പരസ്പരം കൊള്ളയടിക്കുമായിരുന്നു, അന്യായമായി സമ്പത്തും രക്തവും കവരുമായിരുന്നു. അതില്ലാതെയാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ് ഈ ഹദീസ്. ഈ ഹദീസിനെ കുറിച്ച് ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശർഹുൽ അർബഈൻ നബിയുടെ ശർഹിൽ പറയുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അതായത് ഒരാൾ ഒരു കാര്യം ആരോപിക്കുമ്പോൾ, ഒരു കുറ്റം ആരോപിക്കുമ്പോൾ, എനിക്കൊരാൾക്കെതിരെ ഒരു കേസുണ്ട്, ഒരു ആരോപണമുണ്ട്, അങ്ങനെ ആരോപിച്ചാൽ ആരോപിക്കുന്നവൻ തെളിവ് കൊണ്ടുവരണം എന്ന് പറയാൻ കാരണം എന്താണ്? ആരോപിക്കപ്പെടുന്നയാള്, പ്രതിയായിട്ടുള്ള ആള് അല്ലെങ്കിൽ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന ആള്, അയാളെ അല്ല ഇത് ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത് അയാളുടെ ജോലിയല്ല, ആരോപിക്കുന്നവനാണ് തെളിയിക്കേണ്ടത്, തെളിവ് കൊണ്ടുവരേണ്ടത്. എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും അതാണ് ന്യായം. കാരണം അസ്ൽ എന്താണ്? നമ്മൾ മുസ്ലിം സഹോദരങ്ങളെ കുറിച്ച്, നാട്ടിലെ ആളുകളെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ്? എല്ലാവരും മറ്റുള്ളവരെ കൊള്ളയടിച്ച് നടക്കുന്നവരാണെന്നാണ്? അല്ല. അസ്ല് എല്ലാവരുടെയും കയ്യിലുള്ള സമ്പത്ത് അവരുടേതാണ്, ആരും ആരെയും കൊന്നിട്ടൊന്നുമില്ല. ഇതാണ് അടിസ്ഥാനം. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം ഒരാൾ വാദിക്കുമ്പോൾ അതിന് തെളിവ് കൊണ്ടുവരണം, അല്ലേ? ഇപ്പോൾ പകലാണ് എല്ലാവരും വിശ്വസിക്കുന്നത്, പകലാണെന്നാണ്. അല്ല, രാത്രിയാണെന്ന് പറയുന്നതിനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. അതുപോലെ എല്ലാവരുടെയും കയ്യിലുള്ള സമ്പത്തൊക്കെ അവൻ്റേതാണ്. അതുപോലെ എല്ലാവരും കൊലപാതകമോ അതുപോലെയുള്ള ശാരീരികമായ ആക്രമണമോ ഒന്നും ചെയ്യാത്തവരാണ് എന്നുള്ളതാണ് നമ്മൾ പരസ്പരം വിശ്വസിക്കുന്നത്. ആ വിശ്വാസം ശരിയല്ല എന്ന് വാദിക്കുന്നയാളാണ് അത് തെളിയിക്കേണ്ടത്. ഇനി ഈ പറഞ്ഞ ഖായിദക്ക് ചില ഇസ്തിസ്നാഅത്തുണ്ട്, ചില
സന്ദർഭങ്ങളിൽ ഇത് പ്രയോഗിക്കുകയില്ല. അതായത് ഒരാളൊരു കാര്യം വാദിച്ചാൽ അതിന് തെളിവ് കൊണ്ടുവരണം എന്നുള്ളത് അതെല്ലാ സന്ദർഭത്തിലും ഉപയോഗിക്കുകയില്ല. നബി റഹിമഹുല്ലാഹ് പറയുന്നു, യുസ്തസ്ന മിൻഹു മസായിലു കസീറ, ഇതിൽ നിന്ന് പല മസ്അലകളും ഒഴിവാണ്. യുഖ്ബലു ഫീഹ ഖൗലുൽ മുദ്ദഇ ബിലാ ബയ്യിന, തെളിവില്ലാതെ തന്നെ വാദം സ്വീകരിക്കും, അംഗീകരിച്ചു കൊടുക്കും. ഏതൊക്കെയാണ്? മിൻഹ, അതിൽപ്പെട്ടതാണ്. അതായത് ഒരു തർക്കമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തെളിവില്ലാതെ തന്നെ ഒരാളുടെ വാദം സ്വീകരിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ. അതിന് ഉദാഹരണം പറയാം. ദഅവൽ അബി ഹാജതഹു ഇലൽ ഇഅഫാഫ്, ഒരു ഉപ്പ, പ്രായമായ ഉപ്പ, ചിലപ്പോൾ ഉമ്മ മരിച്ചു പോയിട്ടുണ്ടാകും, മരിച്ചു പോകണമെന്ന് നിർബന്ധവുമില്ല. പ്രായമായൊരു ഉപ്പ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ മക്കള് അതിന് തെളിവ് ചോദിക്കേണ്ട ആവശ്യമില്ല. വിവാഹം കഴിക്കാനുള്ള ആവശ്യമുണ്ട് എന്ന് മക്കളെ മുന്നിൽ തെളിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നബി റഹ്മത്തുള്ളാഹി പറഞ്ഞ ഒന്നാമത്തെ ഉദാഹരണമാണ്. വദഅവ സഫീഹി അത്തവഖാൻ ഇല നികാഹി മഅൽ ഖരീന, അതുപോലെ തന്നെ സഫീഹ് ആയിട്ടുള്ള ഒരാൾ. സഫീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായി സാമ്പത്തിക ഇടപാടുകളൊന്നും ചെയ്യാനുള്ള പക്വതയില്ലാത്ത ആൾ. പ്രായമുണ്ട്, പക്ഷെ സാമ്പത്തിക ഇടപാടുകൾ നടത്താനുള്ള പക്വതയില്ല. അങ്ങനെയുള്ള ആളെ അവന്റെ ബന്ധുക്കൾ, മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റു ആരെങ്കിലുമൊക്കെ അവന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടാകും. അങ്ങനെയുള്ള ആളുകളോട് ഇവൻ വിവാഹം കഴിപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിനും അവൻ തെളിവൊന്നും കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ വദഅവ ഖുറൂജുൽ മർഅതി മിനൽ ഇദ്ദ, ഒരു സ്ത്രീ തന്റെ ഇദ്ദ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒരു തർക്കമുണ്ടായി, ഇവരൊരു വിവാഹം കഴിഞ്ഞത് ഇദ്ദക്ക് മുമ്പാണ് എന്നൊരാൾ ആരോപിച്ചു. അപ്പൊ എന്റെ ഇദ്ദ ഇന്ന ഡേറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു സ്ത്രീ പറഞ്ഞാൽ അതിന് തെളിവ് ചോദിക്കുകയില്ല. അതുപോലെയുള്ള കാര്യങ്ങൾ. വദഅവൽ മൂദഇ തലഫൽ വദിഅ ഔ ദയാഅഹ, ഒരാളുടെ അടുത്ത് ഒരു വദിഅ, ഒരു സാധനം സംരക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, അമാനത്തായിട്ട് ഏൽപ്പിച്ചു. അമാനത്ത് ഏൽപ്പിച്ചാൽ അത് സംരക്ഷിക്കൽ നിർബന്ധമാണ്. പക്ഷേ ആ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയുടെ കുറ്റം കൊണ്ടല്ലാതെ അത് നശിച്ചു പോയാലോ, അത് മോഷ്ടിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് കേടുവന്നു പോയി, ഇയാളൊരു കുറ്റവും ചെയ്യാതെ, ഇയാൾ വീഴ്ച വരുത്താതെ അത് നശിച്ചു പോയാൽ അയാൾക്ക് ഉത്തരവാദിത്വമില്ല, നഷ്ടപരിഹാരം ഒന്നും കൊടുക്കേണ്ടതില്ല. അപ്പൊ അങ്ങനെ ഒരാൾ വാദിച്ചാൽ, എന്റെ കയ്യിൽ നിങ്ങൾ എന്തെങ്കിലും വസ്തു ഏൽപ്പിച്ചു, അത് മോഷ്ടിക്കപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ വാക്ക് സ്വീകരിക്കണം, അവിടെ തെളിവ് കൊടുക്കേണ്ടതില്ല. ഒരാൾ വലിയ വിലപിടിപ്പുള്ളൊരു സാധനം ഏൽപ്പിച്ചു, അത് മോഷ്ടിച്ചു പോയി എന്ന് പറഞ്ഞത് തന്നെ, അതിന് പ്രത്യേകിച്ച് തെളിവിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇത്തരം ഉദാഹരണങ്ങൾ, ഇത്തരം സന്ദർഭങ്ങളിൽ തെളിവ് ഹാജരാക്കണം എന്ന ആ കൽപ്പന, അതിന് ഒഴിവുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു, ഒരു വാദവുമായിട്ട് വരുന്നവൻ അവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ആരോപിക്കപ്പെടുന്ന വ്യക്തി സത്യം ചെയ്താൽ മതി, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി, അവനെ ഒഴിവാക്കും തെളിവില്ലാത്ത സന്ദർഭത്തിൽ എന്ന് പറഞ്ഞു. ഇതിൽ ആരാണ് വാദി? ഒരു കേസ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ആരാണ് വാദി, ആരാണ് പ്രതി, അതും പണ്ഡിതന്മാർ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. അതുപോലെ വ്യക്തമായ കാര്യമാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ സംശയം ഉണ്ടാകും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ് വാദി എന്ന് പറയുന്നത്? വാദി എന്ന് പറഞ്ഞാൽ മൻ ലൗ സകത തുരിക്, അവൻ തന്റെ കേസ് പിൻവലിച്ചാൽ അവനെ വെറുതെ വിടും. രണ്ടാൾ തമ്മിൽ പ്രശ്നം, ഒരാൾ പറയുന്നു ഇവൻ എന്റെ സ്വത്ത് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നവൻ, എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു വരുന്നവൻ, അവൻ പറഞ്ഞു ഇല്ല, ഞാൻ നിർത്തി, കേസിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആ എതിർഭാഗം പ്രശ്നം ഉണ്ടാക്കോ? ഇല്ല, കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയോ? ഇല്ല. നേരെ മറിച്ച് ആരോപിക്കപ്പെട്ടയാൾ, അയാൾ പറയണം എനിക്കിനി താല്പര്യമില്ല കോടതിയിൽ വരാൻ എന്ന് പറഞ്ഞാൽ അവനെ വിടുവോ? ഇല്ല. അപ്പൊ ഈ വിടുന്നയാൾ, ആരെയാണോ വിടുക, കോടതിയിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ വരണ്ടെന്ന് ആരോടാണോ നമ്മൾ പറയാ, അവനാണ് വാദി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു മസാല ഈ ഹദീസുമായി ബന്ധപ്പെട്ടത്, ഇതിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, സ്വത്തും രക്തവും, അത് രണ്ടും ചോദിച്ചു വരുന്നവർ അതിന് തെളിവ് ഹാജരാക്കണം. ഇത് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, അതായത് തെളിവ് ഇല്ലാതെ ഒരു ആരോപണം അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമല്ല, എല്ലാ തർക്കങ്ങളിലും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം, ഭർത്താവ് തന്നോട് മാന്യമായി പെരുമാറുന്നില്ല, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള അൽ ഇശ്റത്തു ബിൽ മഅറൂഫ്, നല്ല രീതിയിലുള്ള ബന്ധമല്ല ഭർത്താവിനോട് പുലർത്തുന്നത് എന്ന് പറഞ്ഞാൽ അത് സ്വത്തല്ല, അതുപോലെ രക്തവുമല്ല. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളടക്കം എല്ലാ കാര്യങ്ങളിലും ഇത് ബാധകമാണ്. ആരാണോ വാദം പറയുന്നത് അവനാണ് തെളിയിക്കേണ്ടത്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ ശർഹിൽ പറഞ്ഞൊരു കാര്യം,
ദുന്യവിയായിട്ടുള്ള പരസ്പരം നമ്മൾ കൊടുത്തു വീട്ടേണ്ട ഹക്കുകളുടെ കാര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞത്, മനുഷ്യന്മാർ തമ്മിലുള്ള ഇടപാടുകളുടെ കാര്യത്തിൽ. പക്ഷെ ദീനിയായ കാര്യത്തിലും ഇത് ബാധകമാണ്. അതിന്റെ ഉദാഹരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇംറാനിൽ പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അതൊരു അവകാശവാദമാണ്, എല്ലാ മുസ്ലിമീങ്ങളും അവകാശപ്പെടുന്ന കാര്യമാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിം അല്ലാത്ത ആളുകൾ പോലും, ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ അവകാശപ്പെടുന്ന കാര്യമാണ്. തങ്ങൾ ആ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ആ ദൈവം തങ്ങൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്, ഇതൊക്കെ എല്ലാവരും അവകാശപ്പെടും. വഖാലത്തുൽ യഹൂദു വന്നസാറ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉ. യഹൂദികളും നസാറാക്കളും പറഞ്ഞത് ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരുമാണ് എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ദീനിയായ അവകാശവാദങ്ങളും ഒരാൾ ഉന്നയിക്കുകയാണെങ്കിൽ അതിന് തെളിവ് വേണം. അള്ളാഹു തആല പറയുന്നു, നിങ്ങൾ അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ ഇത്തിബാ ചെയ്യുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ് ബയ്യിന, അതാണ് തെളിവ്. അള്ളാഹുവിനെ അവകാശപ്പെടുന്നു, അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെട്ടാൽ ആ അവകാശവാദത്തിനുള്ള തെളിവ് ഇത്തിബാഉ സുന്നഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹാദിഹിൽ ആയത്തുൽ കരീമ ഹാകിമത്തുൻ, ഈ ആയത്ത് അത് വിധി കൽപ്പിക്കുന്നുണ്ട്, അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹി വലൈസ ഹുവ അലാ തരീഖത്തിൽ മുഹമ്മദിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തരീഖത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം അത് പിന്തുടരാതെ ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെയൊക്കെ കാര്യത്തിൽ തീരുമാനം പറയുന്ന ആയത്താണിത്. എന്താണ് തീരുമാനം? എന്താണ് ഈ ആയത്തിന്റെ വിധി? ഫഇന്നഹു കാദിബുൻ ഫി നഫ്സിൽ അംർ, അവന്റെ ആ അവകാശവാദം കളവ് മാത്രമാണ്. ഹത്താ യത്തബിഅ അശ്ശർഅ അൽ മുഹമ്മദി വദ്ദീൻ അന്നബവി ഫി ജമീഇ അഖ്വാലിഹി വഅഫ്ആലിഹി, അവന്റെ എല്ലാ വാക്കുകളിലും പ്രവൃത്തികളിലും സുന്നത്ത് പിന്തുടരുന്നത് വരെ. ഇത് നമ്മളിപ്പോൾ നാട്ടിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷങ്ങളിലും റാലികളിലും ഒക്കെ വളരെ സജീവമായിരിക്കും. പക്ഷേ സുന്നത്ത് എന്ന വാക്കുപോലും ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇത്തിബാ ചെയ്യുന്ന കാര്യത്തിൽ അതുമായി യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകളുടെ അവകാശവാദം വെറും കളവ് മാത്രമാണ് എന്ന് ഈ ആയത്ത് തെളിയിക്കുന്നു എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞു, സഅമ ഖൗമുൻ അന്നഹും യുഹിബ്ബൂന അല്ലാഹ്. അല്ല, ഈ സ്വഭാവം പണ്ടേ ഉണ്ട്. അല്ല, സൂഫികൾ അവര് അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ നേരെ വിപരീതം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അത് കുറെ പണ്ട് കാലം മുതലേ ഉണ്ട്. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്, സഅമ ഖൗമുൻ അന്നഹും യുഹിബ്ബൂന അല്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് ചില ആളുകൾ അവകാശപ്പെട്ടു. ഫബ്തലാഹുമുല്ലാഹു ബിഹാദിഹിൽ ആയ, അള്ളാഹു തആല അവരെ ഈ ആയത്ത് കൊണ്ട് പരീക്ഷിച്ചു. ആ സ്നേഹം ഉള്ളതാണോ അല്ലേ എന്നത് ഈ ആയത്ത് കൊണ്ട് അറിയാൻ പറ്റും എന്നർത്ഥം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഈ ഹദീസിന്റെ ആദ്യത്തെ വാചകം അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ, അവകാശവാദം ഉന്നയിക്കുന്നവനാണ്, കേസ് കൊടുക്കുന്നവനാണ് തെളിയിക്കേണ്ടത് എന്ന് പറഞ്ഞു. എന്നാൽ എല്ലാ സാഹചര്യത്തിലും അത് ബാധകമല്ല. അത് ബാധകമല്ലാത്ത ചില ഉദാഹരണങ്ങളും ഇമാം നവവി പറഞ്ഞത് നമ്മൾ കണ്ടു. ഇനി രണ്ടാമത് പറഞ്ഞത് അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ വൽ യമീനു അലാ മൻ അൻകർ, നിഷേധിക്കുന്നവൻ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നവൻ സത്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിന് ഈ രണ്ടാമത്തെ വാചകത്തിന് പ്രതിയായിട്ടുള്ള ആള് അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ള ആള് സത്യം ചെയ്താൽ അവനെ വെറുതെ വിടും, അല്ലെങ്കിൽ അവനെ വെറുതെ വിടണമെങ്കിൽ അവൻ സത്യം ചെയ്യണം എന്ന ഈ ഹദീസിന്റെ രണ്ടാമത്തെ വാചകം, അതിന് എന്തെങ്കിലും ഒഴികഴിവുകളുണ്ടോ? ഇത് ബാധകമല്ലാത്ത സന്ദർഭങ്ങളുണ്ടോ? അതും ബാധകമല്ലാത്ത ഒരു സന്ദർഭം ഉണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അതുപോലെയുള്ള ചില ഫുഖഹാക്കൾ പറഞ്ഞത് കാണാം, ഒരു വാദിയും പ്രതിയും തമ്മിൽ, ഒരു പരാതി പറയുന്നവനും ആ പരാതി ആർക്കെതിരെയാണോ ഉന്നയിക്കുന്നത് അവർ രണ്ടുപേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അവർ തമ്മിൽ ഖുൽത്തത്തില്ല, അവരൊന്നിച്ച് ജീവിച്ചതായി, ഇടപാടുകൾ നടത്തിയതായി, പരസ്പരം കണ്ടുമുട്ടിയതായി യാതൊരു തെളിവുമില്ല. അങ്ങനെയാണെങ്കിൽ സത്യം ചെയ്യിപ്പിക്കേണ്ടതില്ല, ആ കേസ് പരിഗണിക്കുകയില്ല. തെളിവില്ലെങ്കിൽ വെറുതെ വിടും. സത്യം ചെയ്യാതെ തന്നെ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുക? തെളിവുണ്ടോ എന്ന് ചോദിക്കും. തെളിവുണ്ടെങ്കിൽ അതനുസരിച്ച് വിധിക്കും. തെളിവില്ലെങ്കിൽ ഈ ആരോപണ വിധേയനായ ആളോട് സത്യം ചെയ്യാൻ പറയും, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരാണെങ്കിലോ, രണ്ട് രാജ്യത്താണ്, അവർ തമ്മിൽ ഒരു കാലത്തും പരസ്പരം കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യങ്ങളുമില്ല, ഇടപാട് നടത്താനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ അത് പരിഗണിക്കുകയില്ല, ആ കേസ് സത്യം ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ വിടും. എന്തുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അങ്ങനെ പറഞ്ഞത്? കാരണം സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ മൂല്യമുള്ളൊരു കാര്യമാണ് ഇസ്ലാമിൽ. അതുകൊണ്ടാണ് ഈ ഹദീസിൽ സത്യം ചെയ്യാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് നിലവിലുള്ള കോടതികളിൽ, ഇസ്ലാമികമല്ലാത്ത സമൂഹങ്ങളിൽ ഇങ്ങനെ ഒരു വിഷയം തന്നെ വരുന്നില്ല. കാരണം എന്താണ്? തെളിവില്ല, ഒരാരോപണമുണ്ട്, തെളിവില്ല, ആരോപിക്കപ്പെട്ടയാൾ, അയാൾക്കെതിരെ ശിക്ഷ വിധിക്കാൻ പോവുകയാണ്.
അയാൾ സത്യം ചെയ്യാൻ പറയുന്നു, സത്യം ചെയ്യും. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരാൾ സത്യം ചെയ്യും. തെളിവുണ്ടെങ്കിലും വേണമെങ്കിൽ സത്യം ചെയ്യും. അപ്പോൾ തെളിവില്ലെങ്കിൽ ഒരിക്കലും മടിക്കുകയില്ല. പക്ഷെ ഒരു മുസ്ലിം അള്ളാഹിനെ പേടിക്കും. സത്യം ചെയ്യുക എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഒരു ഹദീസിൽ കാണാം, മൻ ഹലഫ അലാ യമീനിൻ യസ്തഹിഖു ബിഹാ മാലൻ വഹുവ ഫീഹാ ഫാജിർ. ആരാണോ സത്യം ചെയ്തിട്ട് മറ്റൊരാളുടെ സമ്പത്ത് കവരുന്നത്, കള്ളസത്യം ചെയ്തിട്ട് സമ്പത്ത് കവരുന്നത്, ലഖിയല്ലാഹ വഹുവ അലൈഹി ഗദ്ബാൻ. അള്ളാഹു അവനോട് കോപിച്ച അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും. അപ്പോൾ ഇത് പേടിക്കുന്നവനാണ് മുസ്ലിം. അപ്പൊ എന്ത് ചെയ്യും? സത്യം ചെയ്യാൻ മടിക്കും. തന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ പോലും. കാരണം സത്യം ചെയ്യുക എന്നുള്ളത്, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് മാന്യന്മാരായ ആളുകൾ എന്ത് ചെയ്യും? സത്യം ചെയ്യാൻ പേടിക്കും. അപ്പൊ ചിലപ്പോൾ അവര് ചെറിയ ചെറിയ കേസുകളൊക്കെ ആണെങ്കിൽ സത്യം ചെയ്യാതെ ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്ത് എന്തെങ്കിലും ഒരു പൈസ കൊടുത്തിട്ടൊക്കെ അത് കേസ് ഒഴിവാക്കാൻ ശ്രമിക്കും. സത്യം ചെയ്യുന്നില്ല, അതിന് പകരം ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും കൊടുക്കും. അപ്പൊ അങ്ങനെ മാന്യന്മാരായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇമാം മാലിക് റഹിമഹുല്ലാ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ശരി, ഇനി മറ്റൊരു കാര്യം ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഈ പറഞ്ഞത്, ഈ സത്യം ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം, അത് മനുഷ്യന്മാർക്കിടയിൽ ഉള്ള ഇടപാടുകളാണ്. ഒരാളുടെ സമ്പത്ത് മറ്റാളെടുത്തു എന്ന ആരോപണം, അപ്പൊ ഇല്ല എന്ന് പറയുന്നവൻ സത്യം ചെയ്താൽ മതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ ദീനിയായ കാര്യങ്ങൾ, ഒരാൾക്കെതിരെ ഒരു ആരോപണം, അയാൾ ജമാഅത്തിൽ പങ്കെടുക്കുന്നില്ല, നമസ്കരിക്കുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും ഒരു ദീനിയായ വിഷയങ്ങളിൽ ഒരു ആരോപണം ഉണ്ടായാൽ അതിൽ ഇങ്ങനെ സത്യം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി ഇല്ല. കാരണം അത് അയാളും അള്ളാഹും തമ്മിലുള്ള ഇടപാടാണ്. അത് നമ്മൾ അന്വേഷിച്ച് ഒരു ആരോപണം പറഞ്ഞ് അയാളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയില്ല. ഇനി അടുത്ത ഹദീസ്, 34-ാമത്തെ ഹദീസ്. عن أبي سعيد الخدري رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. നിങ്ങളിൽ ആരാണോ ഒരു മുൻകർ, ഒരു തിന്മ കാണുന്നത്, അതവൻ കൈകൊണ്ട് തടയട്ടെ. ഫഇല്ലം യസ്തതി' ഫബിലിസാനിഹി. കൈകൊണ്ട് തടയാൻ സാധിക്കുന്നില്ലെങ്കിൽ നാവ് കൊണ്ട് തടയട്ടെ. ഫഇല്ലം യസ്തതി' ഫബിഖൽബിഹി. നാവ് കൊണ്ട് അതിനെ എതിർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഖൽബ് കൊണ്ട് അവൻ ആ തിന്മയെ വെറുക്കട്ടെ. വദാലിക അദ്അഫുൽ ഈമാൻ. അതാണ് ഏറ്റവും ദുർബലമായ ഈമാൻ. ഖൽബ് കൊണ്ട് വെറുക്കുക എന്നുള്ളതാണ് ഏറ്റവും ദുർബലമായ ഈമാൻ. ഈ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിച്ചതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഹദീസും വളരെ വിശാലമായ ഹദീസുകളിൽപ്പെട്ടതാണ്, ജവാമിഉൽ കലിമിൽപ്പെട്ടതാണ്. കാരണം എന്താണ്? രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ദീൻ എന്ന് പറഞ്ഞാൽ, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു നന്മ കൽപ്പിക്കുകയായിരിക്കും, അല്ലെങ്കിൽ തിന്മ വിരോധിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുമ്പ് കാലത്തുള്ള കിതാബുകളിൽ, തൗറാത്തിലും ഇൻജീലിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയത് എന്താണ്? അല്ലാഹു തആല പറയുന്നത്, അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. ഒരു നബി വരും, എന്നിട്ട് ഒന്നാമത്തെ സിഫത്തായിട്ട് പറയുന്നത് യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. അപ്പോൾ ശരീഅത്ത് മുഴുവൻ ഒന്നുകിൽ നന്മ അല്ലെങ്കിൽ തിന്മ. നന്മ കൽപ്പിക്കും, അല്ലെങ്കിൽ ആ തിന്മ ഇത് ചെയ്യരുത് എന്ന് പറയും. ഇങ്ങനെ ആയിരിക്കും ദീൻ മുഴുവൻ. അപ്പൊ ആ ദീനിന്റെ പകുതി ഈ ഹദീസിൽ പെട്ടു. രണ്ടാമത്തെ കാരണം, ഇനി ഈ പകുതി തിന്മ വിരോധിക്കുക എന്നുള്ള ദീനിന്റെ നേർപകുതി, അത് തന്നെ പരിപൂർണമായും ഈ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന കാര്യം. കൈകൊണ്ട് ഇല്ലാതാക്കുക, പറ്റൂല്ലെങ്കിൽ നാവ് കൊണ്ട് പറയാം, അതിന് പറ്റൂല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുക. അപ്പൊ അതിന്റെ എല്ലാ ദർജകളും ഈ ഹദീസ് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ദീനിന്റെ ഒരു നേർപകുതി അതിന്റെ വിശദീകരണത്തോടുകൂടി, വിശദാംശങ്ങളോടുകൂടി ഈ ഹദീസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നർത്ഥം. ഇനി അടുത്ത മസാല, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്, ഇൻകാറുൽ മുൻകർ എന്നുള്ളത്, അത് വാജിബാണ്. ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? സൂറത്തു ആല ഇംറാനിൽ, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ഖൈറിലേക്ക് ക്ഷണിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിലക്കുന്ന ഒരു സംഘം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. വൽതകുൻ, ഉണ്ടാവട്ടെ, നിർബന്ധമായും ഉണ്ടാവട്ടെ എന്നാണ്. അപ്പോൾ നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ വാജിബാണ്. ഹദീസ്, ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച അബൂ സഈദ് അൽ ഖുദ്രിയുടെ ഹദീസ്, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു. ഫൽയുഗയ്യിർഹു എന്ന് പറഞ്ഞാൽ അവൻ നിർബന്ധമായും തടയട്ടെ എന്നാണ്. അപ്പോൾ ഹദീസ് കിട്ടി. ഇനി ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഇമാം നവവി റഹിമഹുല്ലാ സഹീഹ് മുസ്ലിമിന്റെ ശർഹിൽ പറഞ്ഞത് കാണാം. അപ്പോൾ അത് വാജിബാണെന്ന കാര്യത്തിൽ തർക്കമില്ല.
നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. ഇനി വാജിബാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം വാജിബ് രണ്ട് തരത്തിലുണ്ട്. ഫർള് ഐനുണ്ട്, ഫർള് കിഫായ ഉണ്ട്. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വ്യക്തിക്കും വാജിബാണ്, ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകും. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ ബാധ്യത. ഒരാളത് ചെയ്താൽ അല്ലെങ്കിൽ കുറച്ചാളുകൾ അത് ചെയ്താൽ ബാക്കിയുള്ളവർ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടും. ആരും ചെയ്തിട്ടില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാകും. അതാണ് ഫർള് കിഫായ. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു തെറ്റ് ഇവിടെ സംഭവിച്ചു, ഒരാൾ ഇവിടെ വെച്ച് ഒരു ഹറാമായ കാര്യം ചെയ്തു. അത് കൂട്ടത്തിൽ ഒരാൾ തടഞ്ഞാൽ, പറഞ്ഞു കൊടുത്താൽ അത് മതിയാകും. എന്നാൽ ആരും പറഞ്ഞിട്ടില്ലെങ്കിലോ നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാവരും അത് കുറ്റക്കാരാകും. അതാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. ഇവിടെ ഇൻകാറുൽ മുൻകർ എന്നുള്ളത് ഫർള് കിഫായയാണ്, ഫർള് ഐനല്ല എന്നത് ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ റൗദത്തുൽ താലിബീൻ എന്ന ഫിഖ്ഹിന്റെ കിതാബിൽ പറഞ്ഞത് കാണാം. അതുപോലെ മറ്റൊരു കാര്യം, ഈ ഹദീസിൽ പറഞ്ഞ മുൻകർ, മൻ റഅ മിൻകും മുൻകറൻ എന്ന് പറഞ്ഞു. മുൻകർ എന്ന് പറഞ്ഞാൽ എന്താണ്? തിന്മ കണ്ടാൽ തടയുക എന്നാണ് പറഞ്ഞത്. തിന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? മഅസിയത്താണ്, പാപങ്ങൾ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശറഇന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നന്മയും തിന്മയും തീരുമാനിക്കുന്നത്. അത് വിലക്കുന്നതിനെ കുറിച്ചാണ് ഈ ഹദീസ്. ഇനി അടുത്ത മസ്അല, ഒരാള് ഒരു തിന്മ കണ്ടു, അത് തടയാൻ ഈ തടയുന്നവന് എന്തെങ്കിലും പ്രത്യേക യോഗ്യതയുണ്ടോ? അവനൊരു അദിലായിരിക്കണം, മാന്യനായിരിക്കണം, തിന്മകൾ ചെയ്യാത്ത, അല്ലെങ്കിൽ തിന്മകൾ ചെയ്ത് അതിൽ ഉറച്ചു നിൽക്കാത്ത ഒരു അദിൽ എന്ന് പറയാവുന്ന ആളായിരിക്കണം, വിശ്വസ്തനായ ഒരാളായിരിക്കണം, സാക്ഷ്യത്തിന് പറ്റുന്ന അങ്ങനെയുള്ള ഒരാളായിരിക്കണം. ഇങ്ങനെ വല്ല നിബന്ധനയുണ്ടോ? അങ്ങനെ ഒരു നിബന്ധനയില്ല. അങ്ങനെ നിബന്ധനയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് മുഅ്തസിലിയാക്കളാണ്, അവരുടെ വാദമാണ്. തിന്മ തടയാൻ ഇൻകാറുൽ മുൻകർ ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്നവൻ അദിലായിരിക്കണം എന്നുള്ളത്. എന്നാൽ ഇനി തിന്മ തടയുമ്പോൾ ആ തടയുന്നയാൾക്ക് ഉണ്ടായിരിക്കൽ നല്ലതായ, ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളുണ്ട്. അതിലായിരിക്കണം. അതിൽ എന്ന് പറഞ്ഞാൽ വൻപാപങ്ങളൊന്നും ചെയ്യാത്ത, തെറ്റുകൾ സംഭവിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കാത്ത ഒരു മാന്യനായ ഇസ്തിഖാമത്തുള്ള ഒരാൾ. അങ്ങനെ ഒരു നിബന്ധനയില്ല. പക്ഷേ വേറെ ചില നിബന്ധനകളുണ്ട്. എന്താണ് ശരിക്കുള്ള നിബന്ധനകൾ? ഒരു തിന്മ തടയാൻ വേണ്ട യോഗ്യതകൾ എന്താണ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു റിസാലയുണ്ട്. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു റിസാല, റിസാലത്തുൻ ഫിൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. അതിൽ അദ്ദേഹം വിശദമായി ഇതിനെക്കുറിച്ച് പരാമർശിച്ചത് കാണാം. 3 കാര്യങ്ങളാണ് വേണ്ടത് തിന്മ തടയുന്ന ഒരാൾക്ക്. ഒന്നാമത് ഇൽമു വേണം. ഞാൻ എന്താണോ ഈ വിലക്കാൻ പോകുന്ന കാര്യം, അതിനെക്കുറിച്ചുള്ള ഇൽമുണ്ടായിരിക്കണം. അത് ഹറാമാണ് എന്ന ഉറപ്പ് വേണം. എന്തുകൊണ്ട് ഹറാമായി അതിനെക്കുറിച്ച് അറിയണം. അത് ഹറാമാകാനുള്ള ദലീൽ, തെളിവ് മനസ്സിലാക്കിയിരിക്കണം. അത് പരക്കെ അറിയപ്പെട്ട കാര്യമാണെങ്കിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ഇജ്മാ ഉള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് തെളിവ് അറിയണമെന്നില്ല. പക്ഷെ ആരെയാണോ വിലക്കുന്നത് അവനോടത് തിന്മയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, ഇൽമുണ്ടായിരിക്കണം. രണ്ടാമത്തേത്, ആ തിന്മ തടയുന്ന സമയത്ത് റിഫ്ക് ഉണ്ടായിരിക്കണം. റിഫ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വ്യക്തിയോട് നല്ല ഭാഷയിൽ, നല്ല ശൈലിയിൽ, അവനെ വെറുപ്പിക്കാത്ത, അകറ്റാത്ത രീതിയിലായിരിക്കണം പറഞ്ഞു കൊടുക്കുന്നത്. മൂന്നാമത്തേത്, സബറുണ്ടാവണം. ആ തിന്മ തടയുമ്പോൾ സ്വാഭാവികമായും ഇത് ചെയ്യുന്ന വ്യക്തി പ്രതികരിക്കുന്നത് നല്ല നിലക്കായിക്കൊള്ളണമെന്നില്ല. അത് സഹിക്കാനുള്ള സന്നദ്ധതയുണ്ടായിരിക്കണം, സബർ വേണം. ഈ 3 കാര്യങ്ങൾ തിന്മ തടയുന്ന ഒരാൾക്കുണ്ടാകണം. അത് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ മക്കളോട് ഒരു കാര്യം പറയുമ്പോൾ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഇത് ഹറാമാണ്, തെറ്റാണ് എന്നുള്ള കാര്യം. രണ്ടാമത്തേത്, അത് പറയുന്നത് അവരോടുള്ള ഗുണകാംക്ഷയോടെ നല്ല ശൈലിയിലായിരിക്കണം. നമ്മുടെ ദേഷ്യം തീർക്കാൻ പറയുകയാണ്, അല്ലെങ്കിൽ നമ്മെ അവർ ശല്യപ്പെടുത്തിയത് കൊണ്ട് ആ ചെയ്യുന്ന പ്രവൃത്തി നമുക്കൊരു ശല്യമായതുകൊണ്ട് നമ്മൾ തടയുകയാണ് എന്നൊന്നും തോന്നരുത്. നേരെ മറിച്ച് അവരോടുള്ള നസീഹത്ത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തണം. അതാണ് റിഫ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത്, ഇനി അങ്ങനെ തടഞ്ഞിട്ട് അത് ഫലിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് എന്തെങ്കിലും മോശമായി പ്രതികരിച്ചു, അങ്ങനെ സംഭവിച്ചാൽ ക്ഷമിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് അല്ലെ വഅ്മുർ അഹ്ലക, അല്ലാഹു തആല പറയുന്നത് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി, നിന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കുക, വസ്തബിർ അലൈഹ, അതിൽ നന്നായി ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കരിക്കാൻ പറഞ്ഞിട്ട് നമസ്കരിച്ചില്ല, എന്ത് ചെയ്യണം? സബർ. അപ്പോൾ നന്മ കൽപ്പിക്കുന്ന ആളുകൾക്ക്, തിന്മ വിരോധിക്കുന്ന ആളുകൾക്ക് നിർബന്ധമായി ഉണ്ടാകേണ്ട 3 ഗുണങ്ങളാണിത്. ഇൽമു വേണം, റിഫ്ഖ് ഉണ്ടാകണം, സബർ ഉണ്ടാകണം. അടുത്തൊരു മസ്അല ഇമാം നവവി റഹിമഹുല്ലാഹ് ശർഹ് മുസ്ലിമിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കാണാം. നമ്മൾ ഈ പറഞ്ഞതിന്റെ ബാക്കിയാണ്. ഇൽമുണ്ടാകണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൽമു എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്.
നമ്മൾ തിന്മ തടയുമ്പോൾ ഒരാൾക്ക് അയാളുടെ തെറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ തെറ്റ് രണ്ട് രൂപത്തിലായിരിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, എല്ലാവർക്കും അറിയാം അത് ഹറാമാണെന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് മദ്യപാനം, അത് ഹറാമാണെന്ന് അറിയാത്ത മുസ്ലിമുകൾ ആരുമില്ല. അപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾ കുടിക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്, അത് ഹറാമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ കുടിക്കുന്നവനറിയാം, എല്ലാവർക്കും അറിയാം. അത്തരം കാര്യങ്ങൾ തിരുത്താൻ അത് ആർക്കും തിരുത്താം. നേരെ മറിച്ച് കുറച്ച് ഖഫിയായിട്ടുള്ള അത്ര അറിയപ്പെടാത്ത തെറ്റുകൾ ഉണ്ടാകും. അത് തടയുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് ഇൽമുണ്ടാകണം. അത് സാധാരണക്കാർ തടയാൻ മെനക്കെടരുത്. അത് തടഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു തർക്കമുണ്ടാക്കും, വേറെ യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. അപ്പോൾ അറിയപ്പെട്ട മുൻകറുകളാണ് എല്ലാവരും ഇൻകാർ ചെയ്യേണ്ടത്. അത്ര അറിയപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് ഇൽമുള്ള ആളുകളാണ് അത് തടയേണ്ടത്. സാധാരണക്കാരെന്താണ് ചെയ്യേണ്ടത്? അത്തരം കാര്യങ്ങളിൽ ഇൽമുള്ള ആളുകൾ പറയുന്നത് എത്തിച്ചു കൊടുക്കുക. ഒരു ആലിമിന്റെ സംസാരം, ഫത്വ, അത് പറഞ്ഞു കൊടുക്കുക. അതിൽ കൂടുതൽ സംവാദവും ചർച്ചയും നടത്താൻ സാധാരണക്കാർക്ക് പാടില്ല. ഇമാം നബവി റഹിമഹുല്ലാഹ് മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിമിന്റെ ഷർഹിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അടുത്തൊരു മസാല, ഇൻകാറുൽ മുൻകർ എന്നുള്ളത്, തിന്മകൾ തടയുക എന്നുള്ളത് ശരീഅത്തിന്റെ പൊതു തത്വങ്ങൾക്ക് വിധേയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഈ ശരീഅത്ത്. ഇസ്ലാം നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടുള്ള ഒരു കാര്യമാണ് ജൽബുൽ മസാലിഹി വ തക്മീലുഹ വദർഉൽ മഫാസിദി വ തഖ്ലീലുഹ. ദീനിന്റെ ഒരു അടിസ്ഥാന തത്വമാണ് പരമാവധി നന്മകൾ ഉണ്ടാക്കുക. അത് നന്മകൾ മുഴുവനായിട്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ സാധിക്കുന്ന അത്രയും ഉണ്ടാക്കുക. അതാണ് ജൽബുൽ മസാലിഹി വ തക്മീലുഹ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വദർഉൽ മഫാസിദി, മഫ്സദത്തുകൾ, ദോഷങ്ങൾ, തിന്മകൾ അതില്ലാതെയാക്കുക. വ തഖ്ലീലുഹ, പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കുറക്കാൻ ശ്രമിക്കുക പരമാവധി. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു തിന്മ നമ്മൾ തടയുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതെന്താണ്? നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നതിന്റെ ലക്ഷ്യം അത് നന്മ പൂർണ്ണമായും ഉണ്ടാക്കുക, നടപ്പിൽ വരുത്തുക, തിന്മ പൂർണ്ണമായും ഇല്ലാതെയാക്കുക എന്നത് തന്നെയാണ്. പക്ഷെ അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ആ തിന്മ കുറക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത്. അപ്പം അതും വിജയമാണ്. ഒരു തിന്മ ഒരാളോട് പറഞ്ഞ് അത് വിലക്കി, അതയാൾ അനുസരിച്ചില്ല, പക്ഷെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് തന്നെ ദീനിന്റെ ലക്ഷ്യമാണ്. അടുത്തൊരു മസാല പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഈ പറഞ്ഞ കായികയുടെ അടിസ്ഥാനത്തിൽ നന്മ കൽപ്പിക്കുന്നത്, തിന്മ വിരോധിക്കുന്നത് പരമാവധി മസ്ലഹത്ത് ഉണ്ടാക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം അത് വിശദീകരിച്ചു. രണ്ട് മസ്ലഹത്തുകൾ അല്ലെങ്കിൽ രണ്ട് തിന്മകൾ, ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അത് മുന്നിൽ വരുമ്പോൾ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യാൻ നിർബന്ധിതനായാൽ ചെറുത് ചെയ്യുക എന്നത് നമ്മൾ പറഞ്ഞു. ഇൻകാറും മുൻകറിനും അത് ബാധകമാണ്. നമ്മൾ തിന്മ തടയുന്ന ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ആ തടയൽ, നമ്മുടെ ആ ഉപദേശം ചിലപ്പോൾ ഈ കായികക്ക് എതിരാകും. അതായത് ദീനിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി നന്മയുണ്ടാക്കുക, തിന്മ പരമാവധി കുറക്കുക എന്നതാണ്. ആ പറഞ്ഞ കായികക്ക്, തത്വത്തിന് എതിരായി വരും ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ തിന്മ തടയുന്നത്. അപ്പോൾ തിന്മ തടയരുത്. കാരണം എന്താണ്? കാരണം ദീനിന്റെ ഈ പൊതു തത്വത്തിന് വിധേയമാണ് ഇൻകാറുൽ മുൻകർ എന്ന് നമ്മൾ പറഞ്ഞു. അല്ലാതെ ഇൻകാറുൽ മുൻകർ എങ്ങനെയെങ്കിലും ചെയ്യുക, അത് ചെയ്താൽ കഴിഞ്ഞു എന്നതല്ല. നേരെ മറിച്ച് അതിനൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യം എന്താണ്? ദീനിന്റെ പൊതുവായ ഈ ലക്ഷ്യം. എല്ലാ കൽപ്പനകളിലും ഇസ്ലാം പരിഗണിച്ചിട്ടുള്ള ഒരു താല്പര്യമാണെന്ത്? പരമാവധി നന്മകൾ, ദീനിന്റെ അവസ്ഥ നന്നാക്കുക, കൂടുതൽ സമൂഹം കൂടുതൽ ദീനിയായി മാറുക, പരമാവധി തിന്മകൾ, പാപങ്ങൾ സമൂഹത്തിൽ കുറഞ്ഞു പോവുക. ഈ ഒരു ലക്ഷ്യം ദീനിനുണ്ട്. ആ ലക്ഷ്യത്തിനെതിരായി വന്നാൽ ഇൻകാറുൽ മുൻകർ മാറ്റിവെക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഒരാൾ ഒരു തിന്മ ചെയ്യുന്നുണ്ട്, നമ്മളത് തടഞ്ഞാൽ അയാൾ അതിലും വലിയ തിന്മ ചെയ്യുമെങ്കിലോ? അപ്പോൾ ഇൻകാറുൽ മുൻകർ എന്ന ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചൊരാൾ പോയിട്ട് അമൽ ചെയ്യുകയാണെങ്കിൽ അവന് തടയാൻ തോന്നും. പക്ഷെ ദീനിന്റെ ഈ പൊതു തത്വത്തെക്കുറിച്ച് ആലോചിച്ചാൽ അവിടെ തടയേണ്ടതില്ല എന്ന് തോന്നും. അപ്പോൾ ഏതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്? അത് നമ്മൾ പറഞ്ഞത് ഈ തത്വത്തിന്റെ കീഴിലാണ്. ഈ തത്വമാണ് മുകളിൽ. ജൽബുൽ മസാലിഹി വ തക്മീലുഹ എന്ന് പറഞ്ഞ ദീനിന്റെ അടിസ്ഥാനപരമായ ഖായിദ, അതിന് വിധേയമാണ് ഇൻകാറുൽ മുൻകർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അപ്പോൾ ഇൻകാറുൽ മുൻകർ മാറ്റി വെക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥ, ഒരു സംഭവം അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലും അതുപോലെ ഷെയ്ഖിന്റെ കിതാബുകൾ തന്നെ, അൽ ഇസ്തിഖാമ എന്ന് പറയുന്ന കിതാബിൽ, അതുപോലെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അലാമുൽ മുവഖ്ഖഈൻ എന്ന കിതാബിലൊക്കെ ഉദ്ധരിച്ചത് കാണാം. അദ്ദേഹം നടന്നു പോകുമ്പോൾ, ശിഷ്യന്മാരുമായിട്ട് നടന്നു പോകുമ്പോൾ താർത്താരികളായ ഒരു സംഘം ആളുകൾ, താർത്താരികൾ എന്ന് പറഞ്ഞാൽ അറിയാം, ഇസ്ലാമിക ലോകം ആക്രമിച്ച് കീഴടക്കിയ മംഗോളിയക്കാരായിട്ടുള്ള കുഫാറുകൾ, അവര് ഹിജ്റ 656 ബഗ്ദാദ് കീഴടക്കുന്നത്. അവരെ നസാറാക്കൾ കുരിശ് യുദ്ധം
നടത്തി മുസ്ലിമീങ്ങളോട് പരാജയപ്പെട്ട നസ്രാണികൾ ഇനി ഞങ്ങളെ കൊണ്ട് ആവൂല എന്ന് കണ്ടപ്പോൾ ഈ ആദിവാസികളായി ചൈനയിലും മംഗോളിയയിലും ഒക്കെ കഴിഞ്ഞിരുന്ന വളരെ പരുക്കന്മാരും ക്രൂരന്മാരുമായിട്ടുള്ള ആളുകളാണ് ഇവർ. അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി. ഇവിടെ ഇങ്ങനെ ഈ പിന്നെ ഇറാഖിലും അതുപോലെ തന്നെ ഷാമിലൊക്കെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവര് ചില ആഭ്യന്തര പ്രശ്നങ്ങളായിട്ട് അവരുടെ ഭരണമൊക്കെ ക്ഷയിച്ചു നിൽക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ക്രൂര വിനോദങ്ങൾ, ആളെ കൊല്ലുകയും രക്തം ചിന്തുകയും ഒരു വിനോദമായി കണ്ടിരുന്നവരാണ്. അതിന് പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ ഹിജ്റ 656 ബഗ്ദാദ് കീഴടക്കി കുറെ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത് പിന്നീട് അവരുടെ അനന്തര തലമുറകൾ ഇസ്ലാം സ്വീകരിച്ചു. ഏതായാലും ഇവർ ഇങ്ങനെ അക്രമികളായി അവിടെ ഭരണവും അതുപോലെ തന്നെ അവരുടെ ഈ ക്രൂരതയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന കാലത്താണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ജീവിക്കുന്നത്. അതിൽ നമുക്കൊരു ഗുണപാഠമുണ്ട്. അല്ലെ, നമ്മൾ പണ്ഡിതന്മാരുടെയും സ്വാലിഹ്യങ്ങളായ ആളുകളുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ അവരുടെ ജീവിതം മാതൃകയാക്കാൻ നമുക്ക് തടസ്സമാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും മനസ്സിൽ അറിയാതെ അങ്ങനെ വിചാരിക്കും, ഇവരുടെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു, അവർക്ക് വളരെ അനുകൂലമായ സാഹചര്യമായിരുന്നു എന്ന് നമ്മൾ അറിയാതെ നമ്മൾ സങ്കല്പിക്കും. അങ്ങനെയല്ല. അധിക സ്വാലിഹ്യങ്ങളായ ആളുകളുടെയും ചരിത്രം നോക്കിയാൽ അവരുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നു. അമ്പിയാക്കളായാലും സഹാബത്തായാലും സലഫുകളായാലും അവരൊന്നും നാട്ടുകാരെല്ലാവരും കൂടി ഇബാദത്തുകൾ ചെയ്യാനും അമൽ സാലിഹാത്ത് ചെയ്യാനും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടല്ല അവരതൊന്നും ചെയ്തത്. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത്. അത് സഹാബത്തിന്റെ കാലം മുതൽ അതിനു മുമ്പ് അമ്പിയാക്കളുടെ കാലം മുതൽ ഇന്ന് വരെ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല അറിയപ്പെട്ട പണ്ഡിതന്മാരുടെയും ചരിത്രം നോക്കിയാൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിൽപ്പെട്ട ഒരാളാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. ഇബ്നു തൈമിയ്യ ജനിക്കുന്നത് ഹിജ്റ 661 ഈ താർത്താരികൾ ഇസ്ലാമിക ലോകത്തിന്റെ തലസ്ഥാനമായ ബഗ്ദാദ്. ഇബ്നു തൈമിയ്യ ബഗ്ദാദിലല്ല, പക്ഷേ ഇബ്നു തൈമിയ്യ ജീവിക്കുന്ന ഷാമും അതുപോലെയുള്ള രാജ്യങ്ങളൊക്കെ ഭരിച്ചിരുന്നത് ബഗ്ദാദ് കേന്ദ്രമാക്കിയുള്ള അബ്ബാസി ഖിലാഫത്താണ്. അബ്ബാസി ഖിലാഫത്തിന്റെ തലസ്ഥാനമായ ബഗ്ദാദ് കീഴടക്കി പിന്നെ ഇബ്നു തൈമിയ്യയുടെ സ്വന്തം നാടായിട്ടുള്ള ഷാമിലേക്കൊക്കെ താർത്താരികൾ സൈന്യങ്ങളെ അയച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം നിറഞ്ഞൊരു സാഹചര്യത്തിലും അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നമുക്കറിയാം. അതിൽ നമുക്കൊരു മാതൃകയുണ്ട്, സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. ഏതായാലും അദ്ദേഹം നടന്നു പോകുമ്പോൾ ഈ താർത്താരികളായ ഒരു സംഘം ആളുകൾ ഇരുന്ന് കള്ളു കുടിക്കുന്നത് കണ്ടു. അപ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ ഇവരെ തടയാൻ ശ്രമിച്ചു. താർത്താരികൾ മുസ്ലിങ്ങളാണെന്ന് വാദിക്കുന്നവരാണ്. അവർ കുറച്ച് തലമുറകൾ കഴിഞ്ഞപ്പോൾ മുസ്ലിമാണ് എന്ന് വാദിക്കാൻ തുടങ്ങി. പക്ഷേ അവർക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന പല വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു, പല പ്രവൃത്തികളും ഉണ്ടായിരുന്നു. ഏതായാലും ഇവർ മദ്യപിക്കുന്നത് കണ്ടപ്പോൾ ഇബ്നു തൈമിയ്യയുടെ കൂടെയുള്ള ആളുകൾ അവരെ തടയാൻ ശ്രമിച്ചു. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവരെ തടഞ്ഞു, ഈ തടയുന്നവരെ തടഞ്ഞു. എന്താണ് കാരണം? എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവർക്ക് കാരണം പറഞ്ഞു കൊടുത്തു, ദലീൽ തടയാതിരിക്കാൻ, ഇവരെ ഒഴിവാക്കാൻ. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കള്ളു കുടിക്കരുത് എന്ന് പറയാൻ കാരണം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അർത്ഥത്തിൽ ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകും അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംറി വൽ മൈസിർ. നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാനാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. കള്ളു കുടിച്ച് പരസ്പരം പ്രശ്നങ്ങളുണ്ടാകും. വഅൻ യസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സലാ. അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയാൻ വേണ്ടിയാണ് പിശാച് കള്ള് കുടിപ്പിക്കുന്നത്. പക്ഷെ ഇവർ കള്ളു കുടിച്ചാൽ നിസ്കാരത്തിൽ നിന്നല്ല അവർ തടയപ്പെടുന്നത്. നിസ്കാരം അവർക്കില്ല. അവർ തടയപ്പെടുന്നത് അക്രമത്തിൽ നിന്നാണ്. ഒരു ബോധമുണ്ടെങ്കിൽ അവർ ആളുകളെ കൊല്ലും, അതുപോലെയുള്ള അക്രമങ്ങളാണ് അവർ ചെയ്യുക. അപ്പൊ അക്രമത്തിൽ നിന്നാണ് കള്ള അവരെ തടയുന്നത്. അപ്പോൾ ഖുർആനിൽ അള്ളാഹു എന്തിനു വേണ്ടിയാണോ കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞത് അത് ഇവിടെ ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തന്റെ ശിഷ്യന്മാരെ തടയുകയാണ് ചെയ്തത്. അപ്പോൾ തിന്മ വിരോധിക്കുന്നത് ആവശ്യമാണ്. പക്ഷെ തിന്മ വിരോധിച്ചാൽ ഈ പറഞ്ഞ വലിയ ദീനിന്റെ ഖായിദ ജൽബുൽ മസാലിഹ്, പരമാവധി നന്മകൾ ഉണ്ടാക്കുക എന്നുള്ളത്, ആ ഖായിദക്കെതിരാകും. ഇവർ കൊലപാതകമാണ് പിന്നെ ചെയ്യുക ബോധം വന്നാൽ. അതുകൊണ്ട് അവിടെ തിന്മ വിലക്കരുത് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. അടുത്തൊരു മസ്അല, ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു ആയത്തുണ്ട് ഈ ഇൻകാറും മുൻകറുമായി ബന്ധപ്പെട്ട്. ഈ തെറ്റിദ്ധാരണ സഹാബത്തിന്റെ കാലം മുതലുണ്ട്. സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക, ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഹതദൈതും, നിങ്ങൾ ഹിദായത്തിലായാൽ പിന്നെ പഴിച്ചു പോകുന്ന ആളുകൾക്ക് നിങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ പഴിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. ഇങ്ങനെ ഒരു ആയത്തുണ്ട് ഖുർആനിൽ. ഈ ആയത്ത് ഓതിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരിച്ചതായി സുനനുകളിലൊക്കെ ഒരു ഹദീസ് കാണാം, ഒരു അസർ കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നക്കും തഖറഊന ഹാദിഹിൽ ആയ, നിങ്ങൾ ഈ ആയത്ത് ഓതുന്നത്
ഞാൻ അറിയുന്നുണ്ട്, ഈ ആയത്ത് തെളിവ് പിടിക്കുന്നതായി ഞാൻ അറിയുന്നു. എന്നിട്ട് ഈ ആയത്ത് ഓതി. വഇന്നി സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നന്നാസ ഇദാ റഔ അദ്ദാലിമ വലം യഅഖുദു അലാ യദൈഹി, ഒരാൾ അക്രമം ചെയ്ത് നടക്കുകയാണ്, എന്നിട്ട് അവനെ ആളുകൾ തടയുന്നില്ലെങ്കിൽ, മറ്റുള്ളവർ അവനെ തടയുന്നില്ലെങ്കിൽ, അഥവാ ഇൻകാറുൽ മുൻകർ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, ഔശക അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ മിൻ ഇൻദിഹി, അല്ലാഹു തആല എല്ലാവരെയും ശിക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഒരാൾ തെറ്റ് ചെയ്യുന്നു, മറ്റുള്ളവർ നോക്കി നിൽക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ തെറ്റ് ചെയ്തവനെയും അത് തടയാതെ നോക്കി നിന്നവരെയും എല്ലാവരെയും അല്ലാഹു ശിക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ എന്താണ് പിന്നെ ഈ ആയത്തിന്റെ അർത്ഥം? എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശറഹിൽ ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞു. ഇതിൽ അല്ലാഹു തആല പറയുന്നത് എന്താണ്? ലാ യദുറുക്കും മൻ ദല്ല, വഴിപിഴച്ചവരെ കൊണ്ട് നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാവുകയില്ല, അവരുടെ കാര്യം നിങ്ങളെ ബാധിക്കുകയില്ല. ഇദഹ്തദൈതും, നിങ്ങൾ ഹിദായത്തിലായാൽ. അതിൽ ഇദഹ്തദൈതും എന്ന് പറഞ്ഞതിൽ ഇൻകാറുൽ മുൻകറും പെട്ടു. നിങ്ങൾ നേർമാർഗത്തിലായാൽ അവരുടെ ദലാലത്ത് നിങ്ങൾക്ക് പ്രശ്നമല്ല. അപ്പൊ നിങ്ങൾ ഹിദായത്തിലാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദീൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ദീൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് ഇൻകാറുൽ മുൻകർ. അല്ലെ, നാട്ടുകാർ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആ തെറ്റുകളൊന്നും ചെയ്യാതെ സ്വാലിഹ്യങ്ങളായി ജീവിക്കുന്നു, അവരോട് ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു, പിന്നെ അവർ അനുസരിക്കുന്നില്ല, അത് നിങ്ങളെ ബാധിക്കുകയില്ല എന്നതാണ് ഈ ആയത്തിന്റെ ശരിയായ അർത്ഥം. ഇനി മറ്റൊരു മസല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇമാം നവവി റഹിമഹുല്ലാഹി ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ, അതുപോലെ മറ്റു ചില ഉലമാക്കളും പറഞ്ഞത് കാണാൻ സാധിക്കും, ഇൻകാറുൽ മുൻകർ എന്നുള്ളത് ഇന്ന് വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട്, അഥവാ അവരുടെ കാലത്ത് വളരെയധികം കുറവാണ്. അപ്പൊ ദീനിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടും വളരെ മുൻകാലത്ത് തന്നെ കുറവ് വന്നിട്ടുള്ള, ദുർബലമായി പോയിട്ടുള്ള ഒരു കൽപ്പനയാണ്, ഒരു അമലാണ് ഇൻകാറുൽ മുൻകർ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ഇടയിൽ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരു തെറ്റ് കണ്ടാൽ അത് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ശീലമാക്കണം. അത് ഇല്ലാതെയായാൽ എന്താണ് പ്രശ്നം? ഈ പറഞ്ഞ ഹദീസ്, ഔശക അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ മിൻ ഇൻദിഹി, അല്ലാഹു തആല എല്ലാവരെയും ശിക്ഷിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് തിന്മകൾ വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അതിനെ എതിർക്കുന്നത് വളരെയധികം കുറഞ്ഞിട്ടുമുണ്ട്. ഇത് രണ്ടു കൂടി ഇങ്ങനെ പോയാൽ അല്ലാഹു തആല എല്ലാവരെയും ശിക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് നമ്മൾ കാണുന്നുണ്ട്. അല്ലെ, മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പരാതി പറയുന്നവരും വിഷമിക്കുന്നവരുമാണ് നമ്മളൊക്കെ. എന്താണ് ഇതിന്റെ കാരണം? അടിസ്ഥാനപരമായ കാരണം തിന്മകളാണ്. മുൻഗാമികൾ പറഞ്ഞത് കാണാൻ സാധിക്കും, ലാ യഖാഫന്ന അഹദുൻ ഇല്ലാ ദംബഹു, നിങ്ങൾ നിങ്ങളുടെ പാപത്തെ പേടിച്ചാൽ മതി, അതാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു സുന്നത്തുണ്ട്, അല്ലാഹുവിന്റെ ഒരു രീതിയുണ്ട്. അല്ലാഹു തആല മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്ന ഒരു സുന്നത്തുണ്ട്, കുഫാറുകളുടെ കാര്യത്തിൽ എടുക്കുന്ന ഒരു സുന്നത്തുണ്ട്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന, നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു തആല കാഫിരിങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല മുഅ്മിനീങ്ങളെ കൈകാര്യം ചെയ്യുക. ഒരു കാഫിർ തെറ്റ് ചെയ്താൽ അല്ലാഹു എന്ത് ചെയ്യും? സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവൻ അറിയാത്ത രീതിയിൽ അവനെ നീട്ടിക്കൊടുക്കും, അവന് കൂടുതൽ കൂടുതൽ തെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു ചെയ്തു കൊടുക്കും. അല്ലെ, ചില ആളുകൾ പറയുന്നത് കാണാം, നിങ്ങളുടെ പിന്നെ ഈ ദീനൊന്നും ഇല്ലാത്ത ഇന്ന രാജ്യങ്ങളിലുള്ള പുരോഗതി, ആ പുരോഗതിയൊക്കെ ഇസ്തിദ്റാജാണ്. അവൻ മാസിയത്ത് ചെയ്യട്ടെ. വലാ യഹ്സബന്ന അല്ലദീന കഫറു അന്നമാ നുംലി ലഹും ഖൈറുൽ ലിഅൻഫുസിഹിം, നമ്മൾ അവർക്ക് നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് നന്മയാണ്, ഖൈറാണെന്ന് അവർ വിചാരിക്കരുത്. ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മ, അവരുടെ പാപങ്ങൾ വർദ്ധിക്കാൻ വേണ്ടിയാണ് അവർക്ക് നീട്ടിക്കൊടുക്കുന്നത്. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷ വരാനുണ്ട്. ഇതാണ് അവരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ചര്യ, സുന്നത്ത്. എന്നാൽ മുസ്ലിമീങ്ങളുടെ കാര്യത്തിലോ ചെറിയ ഒരു തിന്മക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കും. എന്തുകൊണ്ടാണ്? അവൻ ആഖിറത്തിൽ ശിക്ഷ ഉണ്ടാകരുത്, ദുനിയാവിൽ വെച്ച് തന്നെ അവന്റെ തിന്മകൾ അള്ളാഹു തീർക്കും. അതുപോലെ അവൻ തൗബ ചെയ്യാൻ വേണ്ടി അള്ളാഹു താല ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷിക്കും. അല്ലെ, സഹാബത്ത് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നല്ലവരാണ്. അവരുമായി യുദ്ധം ചെയ്യുന്ന മക്കാ മുശ്രിക്കുകൾ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ആളുകളാണ് അന്ന് അക്കാലത്ത്. ഈ രണ്ടു വിഭാഗവും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ മുശ്രിക്കുകളുടെ അടുത്ത് ഇല്ലാത്ത തിന്മകളില്ല. അവര് ശിർക്ക് ചെയ്യുന്നവരാണ്, വ്യഭിചരിക്കുന്നവരാണ്, കള്ളുകുടിക്കുന്നവരാണ്, എന്തൊക്കെ ഹറാമുണ്ടോ അതെല്ലാം ചെയ്യുന്നവരാണ്. സഹാബത്തിനെ കൊല്ലാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള കൗമും ഇപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന, അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അവർ ലംഘിച്ചു. ആ മലയിൽ നിന്ന് ഇറങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി. ഉഹദ് യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. അതുപോലെ ഹുനൈൻ യുദ്ധത്തിൽ അവർ പറഞ്ഞു, ലൻ നുഗ്ലബൽ യൗമ മിൻ ഖില്ല, ഇന്ന് നമ്മൾ അത്യാവശ്യം എണ്ണമുണ്ട്, അതുകൊണ്ട് നമ്മൾ തോൽക്കുകയില്ല. ഒരു ഉജ്ബ് അവരെ ബാധിച്ചു. യൗമ ഹുനൈനിൻ ഇദ് അജബത്കും കസ്റത്തുക്കും, ഹുനൈൻ യുദ്ധത്തിന്റെ ദിവസം നിങ്ങളുടെ എണ്ണപ്പെരുപ്പം കണ്ട് നിങ്ങൾക്ക് ഒരു
സ്വയം മതിപ്പ് തോന്നി, അവിടെയും തുടക്കത്തിൽ പരാജയമുണ്ടായി ആ ഉജ്ബിന്റെ കാരണത്താൽ. അപ്പൊ മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ചര്യ നടപടി ഇങ്ങനെയാണ്. അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് അള്ളാഹു ഉടനെ ശിക്ഷ കൊടുക്കും. അത് അവർ തൗബ ചെയ്യാനും അവർക്ക് ആഖിറത്തിൽ ശിക്ഷ ഇല്ലാതിരിക്കാനും വേണ്ടി. എന്നാൽ അള്ളാഹുവിന്റെ ശത്രുക്കളാണെങ്കിലോ അവർക്ക് അള്ളാഹു നീട്ടിക്കൊടുക്കും. അപ്പൊ ഈ മുൻകറാത്തുകൾ, തിന്മകൾ പ്രചരിക്കുക എന്നുള്ളത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. ഇന്നത്തെ അവസ്ഥയിൽ, മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരേയല്ല നമ്മുടെ ഈ ഉമ്മത്ത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് നമുക്ക് ഈ ഉമ്മത്തിനെ കരകയറ്റാനുള്ള മാർഗം നമ്മൾ സ്വയം നന്നാവുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നമുക്ക് എത്ര പേരെ നന്നാക്കാൻ പറ്റുമോ അത്രയും പേരെ നന്നാക്കാൻ ശ്രമിക്കുക. ഇൻകാർ മുൻകർ, തിന്മകൾ എത്ര നമുക്ക് കുറക്കാൻ സാധിക്കുമോ അത്രയും നമ്മൾ ഉമ്മത്തിനെ രക്ഷിച്ചു, അള്ളാഹുവിന്റെ സഹായത്തിന് അർഹമാക്കി. നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് ഒരു ദിവസം ഈ അവസ്ഥ മാറും, അള്ളാഹു ഈ ഉമ്മത്തിന് വിജയം നൽകുമെന്നുള്ളത്. അത് യാതൊരു തർക്കവുമില്ല. ആ വിജയത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ വക ഒരു സംഭാവന, അതാണ് നമ്മൾ ചെയ്യുന്ന ഇൻകാർ മുൻകർ എന്ന് പറയുന്നത്. അതല്ലാതെ മറ്റെല്ലാ സംസാരവും, രാഷ്ട്രീയ അവലോകനങ്ങൾ, ചർച്ചകൾ, ഇതെല്ലാം സമയം കളയുക എന്നതല്ലാതെ യാതൊരു ഗുണവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇൻകാർ മുൻകർ കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് നവവി റഹിമഹുല്ലാഹ് അന്ന് പരാതി പറയുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു തിന്മ നമ്മൾ തടയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു ഇബാദത്താണ്. ഇൻകാർ മുൻകർ എന്ന് പറയുന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ്. അതുപോലെ അള്ളാഹുവിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യമാണ്. ഇബാദത്തുകളിൽ എല്ലാത്തിലും വേണ്ട കാര്യം ഇഖ്ലാസ്, അത് ഇതിലും ഉണ്ടായിരിക്കണം. ഒരാൾ ഒരു തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ തടയുന്നത് ഇഖ്ലാസോട് കൂടിയായിരിക്കണം. അവനെ വഷളാക്കാൻ വേണ്ടിയോ നമ്മുടെ അറിവ് കാണിക്കാൻ വേണ്ടിയോ അങ്ങനെ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യം അതിലുണ്ടാകരുത്. ചില ആളുകൾ കാണാം, അവർ ചില മസലകൾ തിരഞ്ഞെടുക്കും, ദീനിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ടാകും. അതിനെതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ, സോഷ്യൽ മീഡിയയിലാണെങ്കിലും ജീവിതത്തിൽ അവരുടെ സദസ്സുകളിലാണെങ്കിലും ആരെങ്കിലും ഈ വിഷയത്തിൽ തൊട്ടാൽ അവർ വളരെ ആവേശത്തോടു കൂടി എതിർക്കും. അത് ചിലപ്പോൾ ഇജ്തിഹാദിയായ ഒരു മസലയായിരിക്കും, നിസ്സാരമായ ഒരു കാര്യമായിരിക്കും. പക്ഷെ അവർ തൊടാൻ സമ്മതിക്കാത്ത മസലകളായിരിക്കും. അത് എണ്ണപ്പെട്ട ചില മസലകളുണ്ടാകും. അത് ചില ആളുകൾക്ക് വ്യത്യസ്തമായ മസലകളായിരിക്കും. അത് അവരുടെ വലിയൊരു വൈകാരിക പ്രശ്നമായിരിക്കും, അതിൽ തൊട്ടാൽ അവർ വിടൂല. എന്നാൽ ദീനിന്റെ അടിത്തറ ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാകും, മറ്റുള്ള ഹറാമുകൾ ചെയ്യുന്നവരുണ്ടാകും. അവരോടൊക്കെ വളരെ സൗഹാർദ്ദപരമായ പെരുമാറ്റവുമായിരിക്കും. ഇത് ഇഖ്ലാസ് ഇല്ലാത്തതിന്റെ ഫലമാണ്. അപ്പോൾ നമ്മൾ സ്വയം പരിശോധിക്കുക. അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ, തിന്മകൾ, അതാണ് നമ്മൾ തടയേണ്ടത്. അതല്ലാതെ നമുക്ക് വൈകാരികമായ ഒരു വിഷയത്തോട് എന്തോ ഒരു ബന്ധം വന്നുപോയി ആ വിഷയം എല്ലാ സദസ്സുകളിലും അവതരിപ്പിക്കുകയും അത് ആരെങ്കിലും കൈവച്ചാൽ അവനെ കൈകാര്യം ചെയ്യുകയും ഇതായിരിക്കരുത് നമ്മുടെ നയം. ഇഖ്ലാസോട് കൂടി ആയിരിക്കണം ഇൻകാറുൽ മുൻകർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മസ്അല പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ളത്, ഒരു തിന്മ ഒരാൾ ചെയ്യുന്നു, നമ്മൾ തടഞ്ഞാലും അവൻ അത് ഉപേക്ഷിക്കും എന്ന് നമുക്ക് പ്രതീക്ഷയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ തടയേണ്ടതുണ്ടോ? പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട്. ഇമാം അഹ്മദിന് തന്നെ രണ്ട് റിവായത്തുണ്ട്. അല്ലെ, ഒരാള് കുടിയനാണ്, അവനോട് പലരും പറഞ്ഞിട്ടുണ്ട്, അവനും അറിയാം കുടി തെറ്റാണ്, പക്ഷെ അവൻ നിർത്തിയിട്ടില്ല. നമ്മൾ പിന്നെയും പറയേണ്ടതുണ്ടോ? പറയേണ്ടതുണ്ട് എന്നതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. എന്തുകൊണ്ടാണ്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് മൻ റഅ മിൻകും മുൻകറൻ ഫലിയുഗയ്യിറുഹു, നിങ്ങൾ ആരാണോ ഒരു തിന്മ കാണുന്നത് എന്നാണ്. അപ്പോൾ ആ തിന്മയാണ് ഇൻകാറിന്റെ കാരണം. തിന്മ തടയൽ എന്നുള്ള ഇൻകാറുൽ മുൻകർ എന്നുള്ള ഇബാദത്തിന്റെ കാരണം ഒരു തിന്മ കാണുക എന്നുള്ളതാണ്. ഒരു തിന്മ നീക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തോന്നിയാൽ അത് പറയുക എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു തിന്മ നിങ്ങൾ കണ്ടോ ഫലിയുഗയ്യിറുഹു ബിയദിഹി വലം യസ്തതി ഫബിലിസാനിഹി, അപ്പോൾ അത് തടയേണ്ടതുണ്ട് എന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ള അഭിപ്രായം. അടുത്തൊരു മസ്അല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇൻകാറുൽ മുൻകർ ആരാണോ ചെയ്യുന്നത്, തിന്മ ആരാണോ തടയുന്നത്, അവന് പല പ്രയാസങ്ങളും സഹിക്കേണ്ടി വരും. അത് 100% ഉറപ്പാണ്. അല്ലെ, ഇപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലും ഒക്കെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ്, കുറച്ച് പ്രയാസമാണല്ലോ. ഇത് പ്രയാസമാണ് എന്നുള്ളത് അത് അറിയപ്പെട്ട കാര്യമാണ്. ഒരു തിന്മ നിങ്ങൾ തടഞ്ഞോ പ്രതികരണം മോശമായിരിക്കും, യാതൊരു സംശയവുമില്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം അതിന് തെളിവ് പിടിച്ചത് എന്താണ്? ഖുർആനിൽ അതിന് സൂചനയുണ്ട്, ഇൻകാർ മുൻകർ ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നതിന്. യാ ബുനയ്യ, ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകിയ ഉപദേശമാണ്. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, നമസ്കരിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വസ്ബിർ അലാ മാ അസാബക്, തിരിച്ചു കിട്ടുന്ന മുസീബത്തുകൾ ക്ഷമയോടെ നേരിടുക. കാരണം ഇൻകാർ മുൻകർ ചെയ്താൽ മുസീബത്താണ് തിരിച്ചു വരിക. അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുമെന്നത് ഉറപ്പാണ് എന്നാണ് ഇബ്നു തൈമിയ്യ പറയുന്നത്. അപ്പൊ ഇനി അടുത്ത ചോദ്യം, അങ്ങനെ പ്രയാസമുണ്ടായാൽ ആ പ്രയാസത്തിന്റെ പേരിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇൻകാർ മുൻകർ നടത്തിയാൽ പ്രയാസം ഉണ്ടാകും. അപ്പോൾ പ്രയാസം ഉണ്ടാകുമ്പോൾ പല ഇളവുകളും ഇസ്ലാമിലുണ്ട്.
അല്ലെ? പല അമലുകളിലും നമുക്ക് ഇളവുകളുണ്ട് പ്രയാസത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇൻകാറുൽ മുൻകർ നമുക്ക് എപ്പോഴാണ് ഒഴിവാക്കാൻ സാധിക്കുക, ഇളവുണ്ടാവുക? ഇത് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്. നമ്മൾ ഈ ഇങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ്, എപ്പോഴാണ് നമുക്ക് ഇളവുണ്ടാവുക. ഒരു തിന്മ തടയാൻ നമുക്ക് തടയേണ്ടതില്ല എന്നെപ്പോഴാണ് പറയാൻ സാധിക്കുക? പണ്ഡിതന്മാർ വിശദമായി ചർച്ച ചെയ്ത് കാണാം. ഒന്നാമത്തെ സാഹചര്യം, നമ്മളൊരു തിന്മ തടഞ്ഞതിന്റെ പേരിൽ നമുക്ക് വാക്കുകൊണ്ടുള്ള എതിർപ്പുണ്ടാകും. ആളുകൾ നമ്മെക്കുറിച്ച് കുറ്റം പറയും. അല്ല, ഈ പ്രയാസം എന്ന് പറയുന്നത് പല തരത്തിലാണല്ലോ. തിന്മ കൽപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അതിൽ ഒന്നാമത്തെ ഇനം വാക്കുകൊണ്ടുള്ള പ്രയാസങ്ങൾ. ആളുകൾ നമ്മെ ആക്ഷേപിക്കുക എന്നത്, അതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. വാക്കുകൊണ്ട് നമ്മെ ആക്ഷേപിക്കുക എന്നതുകൊണ്ട് തിന്മ തടയുന്നത് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നതിൽ ഇജ്മാ ഉണ്ട് എന്നാണ് ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു തെറ്റ് തടഞ്ഞാൽ തിരിച്ച് അവർ നമ്മളെക്കുറിച്ച് കുറ്റം പറയും. അതൊരു ഉദറല്ല എന്നതിൽ ഇജ്മാ ഉണ്ട്. ഇനി അത് കവിഞ്ഞ് കേവലം നമ്മെ കുറ്റം പറയുക എന്നതിൽ കവിഞ്ഞ് തെറി വിളിക്കുക, വളരെ മോശമായ വാക്കുകളൊക്കെ നമ്മളെക്കുറിച്ച് ഉപയോഗിക്കുക, നമുക്ക് കേൾക്കാൻ പ്രയാസമുള്ള പ്രയോഗങ്ങൾ നടത്തുക, അങ്ങനെയാണെങ്കിലോ അതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായമുണ്ട്. പക്ഷെ അവിടെയും ഇളവില്ല എന്നുള്ളതാണ് കൂടുതൽ റാജിഹായിട്ടുള്ളത്. കാരണം രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മൂന്നാമത്തേത് അടി കിട്ടുക, അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള കാര്യങ്ങൾ, അടി കഴിഞ്ഞ അതിന്റെ മുകളിലുള്ള കാര്യങ്ങൾ, എന്താണ്, കൊല്ലുക, ജയിലിൽ കൊണ്ടുപോയിടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിലോ തിന്മ തടയേണ്ടതുണ്ടോ? അവിടെ തടയാതിരിക്കാൻ നമുക്ക് ഇളവുണ്ടോ? അവിടെ ഇളവുണ്ട്. എന്തുകൊണ്ട്? നമുക്കറിയാം, ദീനിൽ ഇൻകാറുൽ മുൻകറിനേക്കാളും വലിയ അമലാണ് നമസ്കാരം. നമസ്കാരത്തിന് നമുക്കൊരു മശക്കത്തുണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാനുള്ള ഇളവുണ്ട്. നിന്ന് നമസ്കരിക്കാൻ മശക്കത്തല്ല, നിന്ന് നമസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ, ഒരു രോഗം നമുക്കുണ്ടെങ്കിൽ നമസ്കാരത്തിന്റെ ഒരു റുക്കനായ നൃത്തം എന്നുള്ളത് നമുക്ക് ഒഴിവാക്കി ഇരുന്ന് നമസ്കരിക്കാൻ പറ്റും. അപ്പോ അതിനേക്കാൾ താഴെയുള്ള കാര്യമാണ് ഇൻകാറുൽ മുൻകർ. അത് നമുക്ക് അടി കിട്ടുക എന്ന് പറയുന്നത്, ഒരാൾക്ക് നിസ്കരിക്കാൻ ഒരു രോഗിക്ക് നിൽക്കാനുണ്ടാകുന്ന പ്രയാസമാണോ, അതോ മറ്റൊരാളുടെ അടുത്ത് നിന്ന് അടി കിട്ടുമ്പോഴായിരിക്കും പ്രയാസം ഉണ്ടാവുക? അടി കിട്ടുമ്പോഴായിരിക്കും. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് ഇളവുണ്ടെങ്കിൽ ഇൻകാറുൽ മുൻകറിന്റെ കാര്യത്തിലും ഇളവുണ്ട്. എന്നാൽ ഒരാൾ ഈ പ്രയാസം സഹിച്ച് ഇൻകാർ ചെയ്യുകയാണെങ്കിലോ അതാണ് അഫ്ദൽ എന്നുള്ളതിൽ സംശയമില്ല. ഇനി മറ്റൊരു അവസ്ഥ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. നമുക്കല്ല പ്രയാസം ഉണ്ടാവുക, നമ്മളൊരു തിന്മ തടഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട വേറെ ആർക്കെങ്കിലും ആയിരിക്കും ബുദ്ധിമുട്ട്, നമ്മുടെ കുടുംബത്തിന്. അങ്ങനെയൊക്കെ ആണെങ്കിലോ സ്വന്തം ബുദ്ധിമുട്ടിനേക്കാൾ വലുതാണ് കുടുംബത്തിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ ഇളവിന് കൂടുതൽ അർഹതയുണ്ട് എന്ന് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും. അടുത്തൊരു മസല, ഇതുപോലെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ള ഒരു മസലയാണ്. ഖുർആനിലെ ഒരു ആയത്ത്, അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസക്കും, നിങ്ങൾ ആളുകളോട് നല്ലത് പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾ സ്വയം അത് ജീവിതത്തിൽ പാലിക്കാതിരിക്കുകയും ചെയ്യുകയാണോ? നിങ്ങളുടെ കാര്യം മറന്നു കളയുകയാണോ? വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ കിതാബ് ഓതുന്ന ആളുകളായിരിക്കെ, അഫലാ തഅഖിലൂൻ. അതുപോലെ ഈ അർത്ഥത്തിലുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, യുഅ്താ ബിർറജുലി യൗമൽ ഖിയാമ, ഒരു മനുഷ്യനെ ഖിയാമത്ത് നാൾ കൊണ്ടുവരും, ഫയുൽഖാ ഫിന്നാർ, അവൻ നരകത്തിലിടും, ഫതൻദലിഖു അഖ്ദാബുഹു, അവന്റെ വയറിലുള്ള കുടലും മാലയൊക്കെ പുറത്തു വരും. അങ്ങനെ ഒരു കഴുത മാവ് കുഴക്കുന്നതിനും ആ ഉപകരണത്തിന് ചുറ്റും നടക്കുന്നത് പോലെ ഇവന്റെ ഈ കുടലും മാലയും ഒക്കെ പുറത്തു വന്ന് അതിന്റെ ചുറ്റും ഇവൻ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ വളരെ പ്രയാസകരമായ ശിക്ഷ അനുഭവിക്കും. അയാളോട് നരകത്തിലെ മറ്റുള്ള ആളുകൾ ചോദിക്കും, യാ ഫുലാൻ അമാ കുൻത തഅ്മുറു ബിൽ മഅറൂഫ് വതൻഹാ അനിൽ മുൻകർ, നീ ഞങ്ങളോടൊക്കെ നന്മ കൽപ്പിക്കുമായിരുന്നല്ലോ, തിന്മ വിലക്കുമായിരുന്നല്ലോ. അയാൾ പറയും, കുൻതു ആമുറുക്കും ബിൽ മഅറൂഫി വലാ ആതീഹി, ഞാൻ നിങ്ങളോട് നന്മ കൽപ്പിക്കുമായിരുന്നു, ഞാൻ ചെയ്യാറില്ല. വഅൻഹാകും അനിൽ മുൻകരി വആതീഹി, ഞാൻ തിന്മ വിലക്കുമായിരുന്നു, ഞാനത് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യാത്ത കാര്യം പറയാൻ പാടില്ല. ഈ ആയത്തിന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു തിന്മ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരാളോട് അത് വിലക്കാൻ പാടില്ല എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആയത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഈ ഹദീസിന്റെ ഉദ്ദേശം അതല്ല. നേരെ മറിച്ച് എന്താണ്, ഒരു തിന്മ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ചെയ്യുന്ന മറ്റുള്ളവരെ നമ്മൾ തടയണം. കാരണം എന്താണ്, നമുക്ക് രണ്ട് കൽപ്പനകളുണ്ട്. ഒന്ന് തിന്മ ഉപേക്ഷിക്കണം, രണ്ടാമത്തേത് തിന്മ തടയണം. അപ്പോൾ ഒരാൾ ഈ രണ്ട് കൽപ്പനകളും ധിക്കരിച്ചു, ആ തിന്മ ചെയ്യുന്നു, മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ തടയുന്നുമില്ല. മറ്റൊരാൾ ഒരു കൽപ്പന ലംഘിച്ചു, അവൻ ആ തിന്മ ചെയ്യുന്നുണ്ട്, പക്ഷെ മറ്റുള്ളവർ തടയുന്നുണ്ട്. അപ്പൊ ആരാണ് കൂടുതൽ നല്ലത്? രണ്ടാമത്തെ ആളാണ്. അയാൾ പകുതിയെങ്കിലും അനുസരിച്ചുള്ളതാണ്. മദ്യപിക്കരുത്,
മറ്റൊരാൾ മദ്യപിക്കുന്നത് കണ്ടാൽ നീ തടയണം. ഈ രണ്ട് കൽപ്പനകൾ അള്ളാഹു നമ്മൾ കൽപ്പിച്ചിരിക്കുന്നു. ഓരോ മുക്കല്ലഫായ മുസ്ലിമിനോടും അള്ളാഹുവിന്റെ ഈ രണ്ട് കൽപ്പനകളുണ്ട്. കള്ളു കുടിക്കരുത്, കുടിക്കുന്നവനെ തടയണം. ഒരാൾ ഇത് രണ്ടും ലംഘിച്ചു, കുടിക്കുന്നു, മറ്റുള്ളവർ കുടിക്കുന്നത് കണ്ടാൽ അവന് കുഴപ്പവുമില്ല. ഒരാൾ സ്വന്തം കുടിക്കുന്നുണ്ട്, പക്ഷെ നാട്ടുകാരോട് കുടിക്കരുത് എന്ന് പറയുന്നു. ആരാണ് നല്ലത്? രണ്ടാമത് പറഞ്ഞ ആളാണ്. അവൻ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ പകുതി ചെയ്തു. അപ്പൊ പിന്നെ ഈ ആയത്തും ഹദീസും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ആയത്തും ഹദീസും രണ്ടാമത് പറഞ്ഞ ആളെ കുറിച്ച് തന്നെയാണ്. സ്വയം തിന്മ ചെയ്യുകയും സ്വന്തമായി കള്ളു കുടിക്കുന്നു, കള്ളു കുടിക്കരുത് എന്ന് ഉപദേശിക്കുന്നു. അവനെ കുറിച്ച് തന്നെയാണ് ഈ ഹദീസ്. പക്ഷെ മറ്റവൻ ഇതിലും വലിയ ശിക്ഷ അർഹിക്കുന്നവനാണ്. അവന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഈ ആയത്തും ഹദീസും തിന്മ തടയാൻ തടസ്സമല്ല, തടയണം. ഒരു പക്ഷേ അത് പിന്നീട് ആ തിന്മ ഉപേക്ഷിക്കാൻ സഹായമായേക്കും. ആളുകളോട് പറയുന്നത് അത് ഓർത്ത് അവൻ തന്നെ പിന്നെ ആ തിന്മ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഞാനിങ്ങനെ പറയുന്നവനാണല്ലോ എന്ന് ഓർത്തിട്ട്. അടുത്തൊരു മസാല, ഖൽബ് കൊണ്ട് ഇൻകാർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞ ഹദീസിന്റെ അവസാനം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതിന് ഒരു സാഹചര്യത്തിലും ഇളവില്ല, ഖൽബ് കൊണ്ട് തിന്മയെ വെറുക്കുക എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഫഇല്ലം യസ്തതി' ഫബിഖൽബിഹി എന്ന് പറഞ്ഞു. പിന്നൊന്നും പറഞ്ഞിട്ടില്ല. കൈകൊണ്ട് തടയാൻ കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് തടയുക എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് മനസ്സിലാക്കാം? കൈകൊണ്ട് തടയാൻ കഴിവ് വേണം എന്ന് മനസ്സിലാക്കാം. കഴിവില്ലാത്തവന് എതിറുണ്ട്. നാവ് കൊണ്ട് എതിർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് മനസ്സിലാക്കാം? നാവ് കൊണ്ട് എതിർക്കാൻ കഴിവ് എന്ന് പറയുന്ന ഒരു ഷർത്തുണ്ട്, അതില്ലാത്തവന് ഇളവുണ്ട് എന്ന് മനസ്സിലാക്കാം. ഖൽബിന്റെ കാര്യം പറഞ്ഞപ്പോൾ പിന്നൊന്നും പറഞ്ഞിട്ടില്ല. കഴിയുന്നവൻ ഖൽബ് കൊണ്ട് എതിർക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഖൽബ് കൊണ്ട് ആ തിന്മയെ വെറുക്കുക എന്നുള്ളത് അതിൽ യാതൊരു ഇളവും ഒരു സാഹചര്യത്തിലും ഉണ്ടാവുകയില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഖൽബ് കൊണ്ട് എതിർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇമാം അഹ്മദ് മറ്റുമൊക്കെ വിശദീകരിച്ചത് കാണാം. ഖൽബ് കൊണ്ട് തിന്മയെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ആ തിന്മ ഉപേക്ഷിച്ചു പോവുക എന്നുള്ളതാണ്. ഒരു തിന്മ ഒരു സദസ്സിൽ നടക്കുന്നുണ്ട്, നല്ല മ്യൂസിക്കും പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്ന ഒരു സദസ്സാണ്. ഞാൻ ഖൽബ് കൊണ്ട് വെറുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ആ സദസ്സ്, ആ തിന്മ നടക്കുന്ന സാഹചര്യം ഉപേക്ഷിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു ഹദീസിൽ കാണാം, ഇതേ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹം ഉദ്ധരിച്ച റിവായത്തിൽ കാണാം, വമൻ അൻകറ ബിഖൽബിഹി ഫഖദ് ബരി, ഖൽബ് കൊണ്ടെങ്കിലും ഒരാൾ വെറുത്താൽ, ഖൽബ് കൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്താൽ ഫഖദ് ബരിഅ, അവന് കുറ്റമില്ല. വലൈസ വറാഅ ദാലിക ഹബ്ബത്തു ഖർദലിൻ മിനൽ ഈമാൻ, ഖൽബ് കൊണ്ടും വെറുക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു കടുക് മണി പോലും ഈമാനില്ല. അതിന്റെ അപ്പുറത്ത് മനസ്സുകൊണ്ട് തിന്മയെ വെറുക്കാത്ത ഒരാൾക്ക് അവന് പിന്നെ ഈമാനില്ല എന്ന് പറഞ്ഞത് കാണാം. അതിന്റെ അർത്ഥം എന്താണ്? തിന്മയെ വെറുക്കാത്തവൻ അവന് ഈമാൻ, കടുകുമണി പോലും ഈമാനില്ല എന്ന് പറഞ്ഞാൽ കാഫിറായി. അപ്പൊ തിന്മകളോട് വെറുപ്പില്ലാത്തവൻ കാഫിറാണ് എന്നാണോ? ഇതിലും ഈ ഹദീസ് നമ്മൾ പറഞ്ഞ ലഫ്ദിലും പറഞ്ഞത് എന്താണ്? അവസാനം വദാലിക അദ്അഫുൽ ഈമാൻ, ഏറ്റവും ദുർബലമായ ഈമാനാണ്. ഏറ്റവും ദുർബലമായ ഈമാൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിമല്ല, മുഅ്മിനല്ല. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ബാഹ്യമായി ഇതാണ് തോന്നുക, പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതല്ല എന്ന് 100% ഉറപ്പാണ്. കാരണം എന്താ? തിന്മ ചെയ്യുന്നവൻ കാഫിറല്ല, കള്ളു കുടിക്കുന്നവൻ കാഫിറല്ല, പിന്നെ അവന് വെറുക്കാത്തവൻ കാഫിറാവോ? ഇല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ തിന്മ ഇസ്തിഹ്ലാൽ ചെയ്യുക, ഇത് നല്ലതാണ്, ദീൻ അതിനെ വിലക്കിയത്, ഹറാമാക്കിയത് ശരിയായില്ല എന്നൊരാൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു സംശയം തോന്നാം, ഫൽ യുഗയ്യിർഹു ബിഖൽബിഹി, ഖൽബ് കൊണ്ട് തിന്മയെ മാറ്റുക എന്നാണ് പറഞ്ഞത്. കൈ കൊണ്ട് മാറ്റുക, നാവ് കൊണ്ട് മാറ്റുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഫൽ യുഗയ്യിർഹു ബിഖൽബിഹി എന്ന് പറഞ്ഞത്. അപ്പൊ ഖൽബ് കൊണ്ട് എങ്ങനെയാണ് തിന്മയെ നമ്മൾ ഇല്ലാതെയാക്കുക? ഖൽബ് കൊണ്ട് വെറുക്കുക എന്നല്ലേ പറ്റുള്ളൂ, വെറുക്കാനല്ലേ പറ്റുള്ളൂ. നാവ് കൊണ്ട് നമുക്കൊരു തിന്മയെ ഇല്ലാതാക്കാൻ പറ്റും, കൈ കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ ഖൽബ് കൊണ്ട് എങ്ങനെയാണ് തിന്മയെ ഇല്ലാതെയാക്കുക? പണ്ഡിതന്മാർ രണ്ടർത്ഥം അതിന് പറഞ്ഞത് കാണാം. ഒന്ന്, അൽ ഇറാദത്തുൽ ജാസിമ, നമ്മുടെ ദൃഢനിശ്ചയം എന്നുള്ളതിനെ ഒരു പ്രവൃത്തിയുടെ അതേ സ്ഥാനത്താണ് ദീൻ പരിഗണിക്കുക. ഒരാൾ മനസ്സുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു, ചെറിയൊരു ചിന്തയല്ല, ഒരു കാര്യം ചെയ്യാൻ മനസ്സിലിങ്ങനെ ഒരു ആലോചന വന്നു, അതിനെക്കുറിച്ചല്ല പറയുന്നത്, അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്തതുപോലെയാണ്. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നന്മക്ക് പ്രതിഫലവും ഉണ്ടാവും, തിന്മക്ക് ശിക്ഷയും ഉണ്ടാവും. അപ്പൊ മനസ്സുകൊണ്ട് വളരെ ശക്തമായി ഉറപ്പിച്ച് ഒരു തിന്മയെ വെറുത്താൽ അവൻ ആ തിന്മ എതിർത്തതുപോലെ തന്നെയാണ്, നാവ് കൊണ്ടൊക്കെ എതിർത്തതിന്റെ അതേ പ്രതിഫലം അള്ളാഹു നൽകും. രണ്ടാമത്തെ ഒരർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, മനസ്സുകൊണ്ട് ഒരാൾ ഒരു തിന്മ വെറുത്താൽ പിന്നീട് അവൻ ആ തിന്മ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ആ തിന്മയുടെ അളവ് കുറയും. അവൻ പിന്നീട് ഒരിക്കലും ആ തിന്മ ചെയ്യുകയില്ല. ഒരു തിന്മ കാണുമ്പോൾ അതിനോട് വെറുപ്പ് തോന്നുന്നു. അങ്ങനെ എപ്പോഴും വെറുപ്പോട് കൂടി ആ തിന്മയെ നോക്കിക്കൊണ്ടിരുന്നാൽ അവൻ ആ തിന്മ ചെയ്യാനുള്ള സാധ്യത കുറയും.
അങ്ങനെ ആ തിന്മയിൽ ഒരു തഗീർ സംഭവിക്കുന്നുണ്ട്, അതിന്റെ അളവിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. അടുത്തൊരു മസ്അല ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതാണ്. തിന്മ വിലക്കുക എന്ന് പറയുമ്പോൾ തിന്മകളിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ടോ, ഇത് തിന്മയാണോ അല്ലേ എന്നുള്ള അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലകളുണ്ടാകും. അത്തരം വിഷയങ്ങളിൽ ഇൻകാർ, എതിർപ്പ്, ഈ പറഞ്ഞ ഹദീസ് അനുസരിച്ച് നമുക്ക് ഇൻകാർ ചെയ്യാൻ പാടുണ്ടോ? പണ്ഡിതന്മാർ പറയുന്നത് മസ്അലകൾ നമുക്ക് രണ്ടായി വേർതിരിക്കാൻ പറ്റും. ഒന്ന്, അഭിപ്രായ വ്യത്യാസം വളരെ ശക്തമായിട്ടുള്ള മസ്അലകളായിരിക്കും. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്, രണ്ടുപേർക്കും തെളിവുകളുണ്ട്, രണ്ടുപേരുടെയും തെളിവുകൾ ഏറെക്കുറെ ഒരേ ബലമുള്ളതാണ്. അങ്ങനെയുള്ള മസലകൾക്കാണ് അൽ മസായിലുൽ ഇജ്തിഹാദിയ എന്ന് പറയുക. സാങ്കേതികമായിട്ടുള്ള പ്രയോഗമാണ് ഞാൻ പറയുന്നത്. നമ്മൾ സാധാരണ ഖിലാഫിയായ മസലകൾ എന്ന് പറയും. പക്ഷേ ഈ ഖിലാഫിയായ മസല എന്നുള്ളതിന് ഒരു സാങ്കേതികമായ ഒരു പ്രയോഗമുണ്ട്. അതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള മസലകൾക്കാണ് മസായിൽ ഇജ്തിഹാദിയ എന്ന് പറയാം. ഏതുപോലെ ഇപ്പൊ നമ്മൾ മുമ്പ് ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ട്, താടി വെട്ടുന്ന കാര്യം. ഒരു പിടി എടുത്ത് താടി വെട്ടാമോ, അതല്ല പറ്റ വെട്ടാതെ നീട്ടേണ്ടതുണ്ടോ? ഇത് ഇജ്തിഹാദിയായ ഒരു മസലയാണ്. അതുപോലെയുള്ള ധാരാളം മസലകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം മസലകൾ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, രണ്ട് വിഭാഗത്തിനും അവരുടേതായ തെളിവുകളുണ്ട്. അതാണ് മസായിൽ ഇജ്തിഹാദിയ. ഇനി മസായിൽ ഖിലാഫിയ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പക്ഷേ ഒരഭിപ്രായം വളരെ ദുർബലമായിരിക്കും. ഉദാഹരണത്തിന് മ്യൂസിക് ഹറാമാണോ ഹലാലാണ് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. വളരെ കുറച്ച് ചില ആളുകൾ, അവർക്ക് ആ വിഷയത്തിലുള്ള ഹദീസുകൾ കിട്ടാത്തത് കൊണ്ട്, ആ ഹദീസുകളെ കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ വിഭാഗം പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ മസല ഇജ്തിഹാദിയാണോ? അല്ല, ആ വിഷയത്തിൽ നസ്സുണ്ട്. അങ്ങനെയുള്ള മസലകളെ കുറിച്ചാണ് മസായിൽ ഖിലാഫിയ എന്ന് പറയാം. അപ്പൊ ഖിലാഫിയായ മസലകൾ എതിർക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. ഖിലാഫിയായ മസലകളാണ് എതിർക്കേണ്ടത് ശരി. ഇജ്തിഹാദിയായ മസലകളാണ് എതിർക്കാൻ പാടില്ലാത്തത്. പക്ഷേ നമ്മൾ സാധാരണ ഖിലാഫി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അഭിപ്രായ വ്യത്യാസമുള്ള ഈ രണ്ടിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ സാധാരണ സംസാരത്തിൽ ഖിലാഫി എന്ന് പറയാം. അപ്പൊ ആ സാധാരണ നമ്മൾ പറയുന്ന ഖിലാഫിയുടെ ഉള്ളിൽ രണ്ട് ഇനങ്ങളുണ്ട്. അതിൽ ഇജ്തിഹാദിയായ മസലകളിലാണ് പരസ്പരം ഇൻകാർ പാടില്ലാത്തത്. ഇനി ചില പണ്ഡിതന്മാര് പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചില ആൾക്കാർ തിരിച്ച് പറയും, എന്ത്, ഈ പറഞ്ഞതൊന്നും ശരിയല്ല, ഇജ്തിഹാദിയായ മസലയിലും ഇൻകാർ ആവാം എന്ന് ഇന്ന ആലിം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ആലിം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്? ഇൻകാർ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇൻകാറുൽ ഖൗൽ, ഒരു ഖൗല്, ഒരു അഭിപ്രായത്തെ നമ്മൾ എതിർക്കുക. രണ്ടാമത്തേത് ഇൻകാറുൽ ഖാഇൽ, ആ അഭിപ്രായം പറഞ്ഞവനെ എതിർക്കുക. നമ്മുടെ വിമർശനം ആ അഭിപ്രായത്തിലേക്കാണ് പോകുന്നത്, അതൊരു തരം. രണ്ടാമത്തെ ഇനം, ആ അഭിപ്രായം പറഞ്ഞവന്റെ നേർക്ക് നമ്മുടെ ഇൻകാർ, നമ്മുടെ പ്രതിഷേധം നമ്മൾ പ്രകടിപ്പിക്കും. ഇതിൽ ഈ ഖൗലിനെ വിമർശിക്കുക എന്നുള്ളത് ആ അർത്ഥത്തിലാണെങ്കിൽ ഏത് വിഷയത്തിലും നമുക്ക് ഇൻകാർ ചെയ്യാം. ആ പറഞ്ഞ അഭിപ്രായം അത് ഇന്ന തെളിവിനെതിരാണ്, കൂടുതൽ ശരിയായത് ഇന്ന അഭിപ്രായമാണ് എന്നൊക്കെ പറയാം. ആ അർത്ഥത്തിലാണ് ഏത് വിഷയത്തിലും ഇൻകാർ ആവാം എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു മസല, ഒരു പ്രയോഗം കിതാബുകൾ വായിക്കുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഉലമാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകും. ഹുക്മുൽ ഹാക്കിമി യർഫഉൽ ഖിലാഫ്. ഈ പറഞ്ഞ ഇജ്തിഹാദിയായ മസലകൾ, ഖിലാഫിയായ മസലകൾ എന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഹാക്കിം ഒരു അഭിപ്രായം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇത് പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ടൊരു കാഴ്ചയാണ്. പക്ഷേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഭരണാധികാരിക്ക് ഇജ്തിഹാദിയായ മസലകളിൽ ഒരു അഭിപ്രായം തിരഞ്ഞെടുത്ത് അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാമെന്നാണോ? അങ്ങനെയല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുകൾ പല സ്ഥലത്തും ആവർത്തിച്ച് പറഞ്ഞത് കാണാം. അങ്ങനെ അനുവാദമില്ല. നേരെമറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഹാക്കിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖാദിയാണ്, കോടതിയിലെ ഖാദി, ഭരണാധികാരിയല്ല. ഖാദിയുടെ മുന്നിൽ ഒരു മസല വന്നു, ഒരു കേസ് വന്നു. ആ കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസ് കൊടുത്ത രണ്ടാളുകൾ ഉണ്ടാകും. അവർക്കിടയിൽ ഈ ഖാദി ഒരു വിധി പറഞ്ഞു. ആ വിധി പറയാൻ ആ ഖാദി സ്വീകരിച്ച ഖൗല്, അതിനെ ഈ രണ്ടുപേരും എതിർക്കാൻ പാടില്ല. ആ വിധി അവർ സ്വീകരിച്ചു കൊള്ളണം. പക്ഷെ അതിന് രണ്ട് നിബന്ധനകളുണ്ട്. ഒന്ന്, ഇത് ഇജ്തിഹാദിയായ മസലയായിരിക്കണം. രണ്ടാമത്തേത്, ഇത് ആർക്കാണ് ബാധകമായിട്ടുള്ളത്? ഈ ഖാദിയെ തൃപ്തിപ്പെട്ട് അങ്ങോട്ട് പോയവർക്കാണ് ഇത് ബാധകമായിട്ടുള്ളത്. അല്ലാതെ നാട്ടിലുള്ള മറ്റു മുസ്ലിമീങ്ങൾക്ക് ഇത് ബാധകമല്ല. ഞാൻ ഈ ഖാദിയുടെ അടുത്ത് പോയാൽ അതിന്റെ അർത്ഥം ഞാൻ അദ്ദേഹത്തെ ഈ വിഷയത്തിൽ മധ്യസ്ഥനായി തൃപ്തിപ്പെട്ടു എന്നാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് എനിക്ക് അത് ഖുർആൻ സുന്നത്തിനെതിരാണ് എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. ഇജ്തിഹാദിയ മസലയാണെങ്കിൽ
നേർക്ക് നേരെ ആയത്തിനോ ഹദീസിനോ എതിരായിട്ടുള്ള വിഷയമല്ല. അപ്പോൾ ഇത്രയും മസലകളാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ശഈറത്ത്, ദീനിന്റെ ചിഹ്നമായ ഈ ഒരു പ്രവൃത്തി എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. ഖുർആൻ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ സിഫത്തായി വിശേഷണമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യം, മുസ്ലിമും മുനാഫിക്കും, മുഅ്മിനും മുനാഫിക്കും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇൻകാറുൽ മുൻകർ എന്ന് പറയുന്നത്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. മുഅ്മിനീങ്ങൾ പരസ്പരം വലിയാണ്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ വലിയാണ്, സുഹൃത്താണ്. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ആ സൗഹൃദത്തിന്റെ ഫലം എന്താണ്? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അവർ തോൾ കൈയിട്ട് നടക്കുമെന്നല്ല, യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, പരസ്പരം നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. അൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, മുനാഫിക്കുകളായ സ്ത്രീ പുരുഷന്മാർ അവരെന്ത് ചെയ്യും? ബഅ്ദുഹും മിൻ ബഅ്ദ്, അവര് ഒരേ കൂട്ടരാണ്. യഅ്മുറൂന ബിൽ മുൻകർ വയൻഹൗന അനിൽ മഅറൂഫ്, നേരെ തിരിച്ച് അവർ തിന്മ പരസ്പരം ഉപദേശിക്കും, നന്മയിൽ നിന്ന് പരസ്പരം പിന്തിരിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഈമാൻ പരിശോധിക്കാനുള്ള ഒരു അടയാളമാണ് ഇൻകാറുൽ മുൻകർ എന്നുള്ളത്, തിന്മ വിലക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ തർബിയത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ദീനിന്റെ പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കും, പക്ഷേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയില്ല. ലുഖ്മാൻ അലൈഹിസ്സലാം സ്വന്തം മകനോടാണ് പറയുന്നത്, അഖിമു സ്വലാത്ത് വഅ്മുർ ബിൽ മഅറൂഫി വനഹ് അനിൽ മുൻകർ. നമസ്കാരം കഴിഞ്ഞിട്ട് നേരെ അംർ ബിൽ മഅറൂഫിന്റെ കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു ഇബാദത്ത്, ഈ ഒരു ശഈറത്ത്, ദീനിന്റെ വലിയ ചിഹ്നം, അത് ഹയാത്താക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.